നമ്മൾ ചിന്തിച്ചു വരുന്ന ദൈവത്തിന്റെ വചനം അനുസരിക്കുക, അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളതാണ്. जो मनन कर रहे वचन है कि परमेश्वर की आज्ञाओं को मानो और आशीषों को पाओ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. यहोशू की पुस्तक में से पहले अध्याय का 7वां वचन हम पढ़ेंगे. വിശുദ്ധ ബൈബിളിൽ പല സന്ദർഭങ്ങളിൽ യോശുവയെ നമുക്ക് കാണാൻ സാധിക്കും. यहोशू के बारे में देखा जाए तो कई बार हमने बाइबल में उसके बारे में पढ़ा है. പുറപ്പാടിന്റെ കാലത്ത് യോശുവ വളരെ യുവാവായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. निर्गमन के समय में जो है यहोशू जो है एक जवान लड़के के समान. ഇസ്രായേൽ മക്കളുടെ അകത്ത് അതിശക്തമായിട്ട് ഉപയോഗിച്ച ഒരു ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. यहोशू के चरित्र में हम देखे जाए तो इस्राएलियों के मध्य में उसे उपयोग किया देखा है അത് ഉപയോഗിച്ചതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ അനുസരിച്ചു എന്നുള്ളതാണ്. उसने उपयोगी हुआ बोला जाए तो उसने आज्ञा को माना इसलिए था. ഏതൊരു കാലഘട്ടത്തിലും ഒരു ദൈവ പൈതൽ ഉപയോഗിക്കപ്പെടുന്നതിന്റെ കാരണം അനുസരണമാണ്. अगर कोई व्यक्ति किसी भी समय में उपयोगी होता है तो उसके पीछे का कारण है आज्ञाकारिता. നമുക്ക് യോശുവയെ കാണാൻ സാധിക്കുന്ന പല സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. यहोशू के बारे में हम देखा जाए तो कई बातों को देख सकते हैं. രഫീദീമിൽ വെച്ച് ഇസ്രായേലുമായി യുദ്ധത്തിന് അമാലേക്കിൽ വന്നപ്പോൾ അവനുമായി യുദ്ധം ചെയ്യുവാൻ യോശുവയെയാണ് മോശ പറഞ്ഞയക്കുന്നത്. वहाँ हम देखते हैं कि अमालेकियों से लड़ने के लिए मूसा जो है यहोशू को आगे भेजता है. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാമത്തെ വാക്യം. അമാലേക്കിനോട് യുദ്ധം ചെയ്യുവാൻ മോശ യോശുവയെ നിയോഗിച്ചയക്കുകയാണ്. वहाँ पे मूसा जो है अमालेकियों से युद्ध करने के लिए यहोशू को भेजता है. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും റെഡിയായി അനുസരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ദൈവ പൈതലായിരുന്നു യോശുവ. यहोशू को हम देखते हैं कि एक भक्त जो पर हर बात को मानने के लिए तैयार था. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അമാലേക്കിനെ വാളിന്റെ വായ്ത്തലയാൽ ഈ യോശുവ തോൽപ്പിച്ചു കളഞ്ഞു. वहाँ पे देखते हैं कि वहाँ पे उसको हरा दिया गया था करके. യോശുവ തന്റെ ഒന്നാമത്തെ യുദ്ധം ജയിച്ചതായിട്ട് നമുക്കവിടെ കാണാൻ और പറ്റും. वहाँ देखते हैं यहोशू वहाँ पे पहला युद्ध को जीतता है. പിന്നെ നമുക്ക് യോശുവയെ കാണാൻ കഴിയുന്നത് സീനായി പർവ്വതത്തിലേക്ക് കയറിപ്പോയ മോശയോട് കൂടെ ഉണ്ടായിരുന്നു യോശുവ. फिर वहाँ हम दूसरा देखते हैं कि यहोशू जो है मूसा के साथ में सीने पर्वत पे जाता है. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. हम निर्गमन की 24वें अध्याय को हम पढ़ते हैं तो देखा जाता है ഈ യോശുവ ഏത് സമയവും മോശയോട് കൂടെ തന്നെയാണ്. ये यहोशू हमेशा मूसा के साथ था. അത്രമാത്രം പ്രസൻസ് അനുഭവിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിലൂടെ അല്ലെങ്കിൽ ഒരു അധികാരമുള്ള ഒരു അഭിഷക്തന്റെ കൂടെ നടക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായ ഒരു അനുഭവമാണ്. वहाँ पे देखा जाए तो एक अभिषिक्त के साथ में ये यहोशू चल रहा है, उसके लिए वो भाग्य की बात था. എന്നാൽ സാധാരണക്കാരായ ഒരാൾക്ക് നടക്കാൻ സാധിക്കുകയില്ല. पर एक साधारण व्यक्ति ऐसे नहीं चल सकता था. എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ അനുസരിക്കാൻ, ദൈവത്തെ അംഗീകരിക്കാൻ, ദൈവം പറയുന്നത് ഏത് സാഹചര്യത്തിലും അനുസരിക്കാൻ കഴിയുന്നവൻ കൂടെ നടന്നുകൊണ്ടിരിക്കും. वो परमेश्वर की बात मानने वाला वो व्यक्ति को मूसा के साथ चलता हुआ देखते हैं. നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും, തിരിച്ചു വരുമ്പോൾ പാളയത്തിലെ ഘോഷത്തെ കുറിച്ച് മോശയോട് പറയുന്നത് യോശുവയാണ്. वहाँ पे युद्ध क्षेत्र के बाद बातें बताते हुए हम देखते हैं यहोशू को. സീനായി പർവ്വതത്തിൽ നിന്ന് മോശയും യോശുവയും ഇറങ്ങി വരുമ്പോൾ पर्वत में से मूसा और यहोशू उतर के आता देखते हैं. താഴ്വാരത്തിൽ കേൾക്കുന്ന ശബ്ദം യോശുവയാണ് ആദ്യം കേട്ടത്. तराई में होने वाले शब्द को पहले यहोशू सुनता है. യോശുവയാണ് മോശയോട് പറയുന്നത്, यहोशू है मूसा से ये बात कहता है. താഴ്വാരത്തിൽ ഭയങ്കര ഘോഷം കേൾക്കാം तराई में बड़ी आवाज को सुनाई देता എന്ന് है. പറഞ്ഞാൽ കർത്താവ് എനിക്ക് തന്ന ചില ചിന്ത ഞാൻ പറയാം. प्रभु ने मुझे दिए हुए कुछ बातों को बताना चाहता हूं. അനുസരിക്കുന്നവനാണോ അവന് ചില ശബ്ദങ്ങളെ തിരിച്ചറിയാൻ പറ്റും. आप मानने वाले व्यक्ति है तो कुछ शब्दों को आप सुनेंगे. തോറ്റവന്റെ ശബ്ദവും ജയിച്ചവന്റെ ശബ്ദവും തിരിച്ചറിയാൻ സാധിക്കും. हारने वाले व्यक्ति और जीतने वाले व्यक्तियों की आवाज को सुन पाएंगे. അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. जो कहना मानता है वे व्यक्ति ये सबका सोच सुन पाएंगे. യോശുവ മോശയുടെ പാളയത്തോട് ചേർന്ന് നിന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. यहाँ मूसा के साथ में यहोशू खड़ा होता है करके देखते हैं. 32-ാം അധ്യായം 17-ാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം. 32 का 17वां वचन पढ़ेंगे निर्गमन. കൂടാരത്തെ വിട്ട് പിരിയാതിരുന്നു. അനുസരിക്കുന്നവന് ഉള്ള അനുഭവമായത്. अनुसरण करने वाले का अनुभव है कि वो तंबू में उसके साथ അവൻ ആ रहा. ദൈവ സാന്നിധ്യം വിട്ടുപോകാൻ തോന്നത്തില്ല. उसको प्रभु की उपस्थिति से जाने का मन नहीं था. അവൻ ആ കൂടാരത്തോട് ചേർന്ന് वो നിൽക്കുകയാണ്. तंबू के साथ में था. ദൈവത്തോട് അഭിമുഖമായി സംസാരിക്കുന്ന ഈ മോശയെ നോക്കിക്കൊണ്ട് ആ കൂടാരത്തിന് വെളിയിൽ നിൽക്കുന്ന ഒരു യോശുവയെ നമുക്ക് മനസ്സിലാക്കാം. या फिर हम देख सकते हैं कि तंबू के बाहर खड़ा हुआ था एक यहोशू को. हम വെറുതെ ആരെയും ദൈവം പിടിച്ച് ചിലത് ഏൽപ്പിക്കത്തില്ല. कुछ बातों को प्रभु यूं ही किसी को नहीं सौंपता है. എന്തുകൊണ്ടാണ് യോശുവ അത്ര ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടത്? क्यों यहोशू इतना
कितना बल से इस्तेमाल किया गया। മോശയുടെ മരണശേഷം യോശുവ തന്നെ പുറപ്പെടട്ടെ എന്ന് പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് യോശുവയെ നിയോഗിച്ചാക്കുന്നു? मूसा के मृत्यु के बाद में क्यों पवित्र आत्मा ने यहोशू को आगे ले चलने के लिए बोला गया? ഇവിടെയാണ് ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് യോശുവയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഏതായിരുന്നു. तो यहाँ पे आपको समझना है कि यहोशू के लिए प्रभु की योजना क्या थी करके। കാരണം യോശുവയാണ് ചേർന്ന് നടന്നത്. क्योंकि यहोशू उसके साथ चला था। ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്ന ഒരു അനുഗ്രഹം മറ്റൊന്നാ. परमेश्वर के लोग भक्त के साथ में खड़ा होना का एक अनुग्रह अलग होता है। ദൈവത്തെ അനുസരിക്കുന്ന ദൈവമക്കൾക്ക് വിട്ടുപോകാൻ പറ്റുകയില്ല. जो प्रभु का अनुसरण करते हैं वो प्रभु को छोड़कर जा नहीं सकते। ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദൈവ പൈതൽ ഇട്ടേച്ചു പോകാൻ കഴിയത്തില്ല. प्रभु की बात मानने वाला कभी छोड़कर नहीं जा सकता। എത്രയോ യുവാക്കന്മാർ അതിനകത്തുണ്ടായിരുന്നു. कितने युवा उसके मध्य में थे। എത്രയോ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. कितने परिवार थे എത്ര उसके मध्य। ഗോത്രക്കാർ അതിനകത്തുണ്ടായിരുന്നു. कितने गोत्र के लोग थे। പക്ഷേ യോശുവയ്ക്ക് മാത്രം എന്ന പ്രത്യേകത, पर यहोशू में क्या खासियत അവൻ थी? യഥാർത്ഥമായി ദൈവത്തെ सही അനുസരിക്കുന്നവനായിരുന്നു. बोले तो खुदा को मानता था। അതുകൊണ്ട് തന്നെ ചിലത് അവനെ പിടിച്ചേൽപ്പിച്ചു ദൈവം. इसलिए कुछ बातों को खुदा ने उसे सौंप ഇന്ന് രാത്രി दिया। ഞാൻ ദൈവമക്കളോട് ഞാൻ ആത്മാർത്ഥതയോടെ പറയാം, मैं दिल से सच्चाई से कहना ഈ चाहता हूँ, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അനുസരിക്കുന്ന ചിലതിനെ പിടിച്ചേൽപ്പിക്കും ദൈവം. ये ചിലത് उपवास प्रार्थना में कोई कार्य करता उनको प्रभु को सौंपेगा करके। മാത്രമല്ല കനാൻ ദേശം ഒറ്റുനോക്കാൻ പോകുമ്പോൾ वहाँ कनान देश को देखने गया बोला तो യോശുവയും കാലേബിനെയും കൂടെ പറഞ്ഞു വിടുകയാണ്. यहोशू कालेब को भी साथ भेजते हैं। ബാക്കിയുള്ളവരെല്ലാം മൂപ്പന്മാരാണ്. बाकी सब बुजुर्ग लोग हैं। ഇതിനകത്ത് പ്രായം കുറഞ്ഞ രണ്ടുപേര് ഇവര് മാത്രമേ ഉള്ളൂ. उम्र कम वाले व्यक्ति बोले तो यही दो व्यक्ति थे। കനാൻ ദേശം ഒറ്റുനോക്കാൻ പോകുന്നു. कनान देश को वो देखने गए। പോയിട്ട് തിരിച്ചു വരുമ്പോൾ वापस लौट कर जब आए, ബാക്കിയുള്ള 10 പേരും പറഞ്ഞത് बाकी 10 लोगों ने क्या कहा? നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റുകയില്ല, उसको हम अपने अधीन नहीं कर നമുക്കത് सकते। കാണാൻ പോലും ഒക്കാത്തവരാണ് हम നമ്മൾ. तो उसे देख भी नहीं सकते നമ്മൾ हैं। പ്രതീക്ഷിക്കാത്ത അനാക്യ മല്ലന്മാർ അവിടെയുണ്ട്. हम उम्मीद नहीं कर सकते उससे बढ़कर बड़े बड़े നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തിയുള്ളവർ കനാൻ നാട്ടിലുണ്ട്. हमसे भी ज्यादा शक्तिशाली व्यक्ति कनान में है പക്ഷേ करके। യോശുവയും കാലേബും പറഞ്ഞ എന്നറിയാമോ? पर यहोशू और कालेब ने पर क्या कहा? നമുക്ക് അത് നേടിയെടുക്കാൻ കഴിയും, हम उसे पा सकते हैं बोला। നമുക്കത് ജയിക്കാൻ हम പറ്റും. उस पर जय प्राप्त कर सकते ആർക്കാ हैं ഇത് बोला। പറയാൻ പറ്റുക? कौन ऐसा बोल सकता है? പ്രതിസന്ധിയെ മാത്രം കാണുന്നവന് ഇതൊരിക്കലും പറയാൻ പറ്റുകയില്ല. मुसीबतों को देखने वाला ये बोल नहीं सकता है। എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവന് पर जो प्रभु की आज्ञा मानता है പ്രതികൂലത്തെ ജയിക്കാൻ പറ്റുമെന്ന് പറയാൻ സാധിക്കും. मुसीबतों का सामना कर सकता है, बोल सकता है। യോശുവയും കാലേബും എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. यहोशू और कालेब सब मिलकर समझे हुए बात थे। ആ അനാക്യ മല്ലന്മാരുടെ മുൻപിൽ നമ്മൾ വെട്ടിക്കിളിയെ പോലെ തോന്നി अमालेकियों के सामने हम टिड्डे के समान है बोला। എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതുമില്ലാത്തതായി മാറി. हम तो कुछ नहीं है ऐसे बोले। പിന്നെ നമുക്ക് അവരെ എങ്ങനെ നേരിടാൻ പറ്റും? फिर कैसे उनका हम सामना करेंगे? എങ്ങനെ നമുക്ക് അവരെ ജയിക്കാൻ പറ്റും? कैसे उस पर जयवंत होंगे? എങ്ങനെയാണ് നമുക്ക് ഈ വിഷയത്തെ ജയിക്കാൻ കഴിയുക? उस विषय को हम कैसे जय पाएंगे? ഭൂരിപക്ഷവും പറയുന്നു നടക്കത്തില്ലെന്ന്. एक पक्ष बोल रहा है कि कुछ नहीं ഇന്ന് होगा। രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയാം, पवित्र आत्मा की उपस्थिति में आपसे कहता हूँ, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമല്ല വലുത്. बहुत लोगों के पक्ष की बातें नहीं है बड़ी बात। ദൈവത്താൽ അനുസരണം പ്രാപിച്ച ആ ദൈവ കൃപയോടെ പറയുന്ന ചില പദങ്ങൾ അത് അധികാരമായി മാറും. परमेश्वर की आज्ञा मानने वाले का शब्द अधिकार में बदल എന്ന് जाता പറഞ്ഞാൽ है। ഉയരത്തിലെ ദൈവത്തിന്റെ അവൻ ദൈവത്തെ അനുസരിച്ച ഒരു ദൈവ പൈതലാണോ അവൻ പറയുന്നത് നടക്കും. ऊंचाई में बैठे उस परमेश्वर की आज्ञा मानने वाला व्यक्ति है तो वो जय पाएगा ഇന്ന് करके। രാത്രി എത്ര പേർക്ക് അത് പറയാൻ കഴിയും? कितना लोग ऐसा बोल എന്റെ सकते हैं? ഭവനത്തിനകത്ത് ഒരു വിടുതൽ നടക്കുമെന്ന് പറ. मेरे भवन में एक छुटकारा होगा बोलिए। ഭവനത്തിന്റെ അവസ്ഥ നോക്കിയാൽ അനാക്യമായ ശക്തികൾ കണ്ടേക്കാം. हो सकता हमारे भवन में अमालेकी के समान मुसीबतें അതിന്റെ हो। മുൻപിൽ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്കൊരു ചിന്ത വരാം. उसके सामने हम सोच सकते हैं कि हम जय नहीं पा പക്ഷെ सकते। ദൈവത്തെ അനുസരിക്കുന്നവന്റെ പ്രത്യേകത पर खुदा की आज्ञा मानने वाले की അവൻ ആ खासियत क्या ശക്തിയെ है? അല്ല നോക്കുന്നത്, वो उस सामर्थ को, इस शक्ति को नहीं അതിനേക്കാൾ देखता। പവർ ഉള്ള ഒരുവനെയാണ് നമ്മൾ സേവിക്കുന്നത്. उससे सामर्थशाली जो ज्यादा है उससे हम सेवा करते അവനേക്കാൾ हैं। വലിയവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. उससे जो बड़ा है उसकी आराधना हम करते हैं। അവനേക്കാൾ വലിയവന്റെ മുൻപിൽ ആ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. उसके सामने जो बड़ा है उसके सानिध्य में हम उपवास और प्रार्थना करते हैं। അതുകൊണ്ട് നമ്മൾ ജയാളികളായി മാറും. इसलिए हम जयवंत होंगे। അതുകൊണ്ട് നമുക്കത് പിടിച്ചടക്കാൻ കഴിയും. इसलिए हम उसको दबा सकेंगे। ഇന്ന് രാത്രി ദൈവമക്കൾ ആഴമായി അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. इसलिए आप
आप आज रात विश्वास करके इसको थाम ले। ശരീരത്തിന്റെ അവസ്ഥ നോക്കി നമുക്കൊരു പക്ഷേ ചിന്ത വരാം, ഇത് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, ये शरीर की अवस्था को हम देखते हैं तो हो सकता है ये हमें ले डूबेगा करके, ഇവിടെ എനിക്ക് ജയിക്കാൻ സാധിക്കുകയില്ല, ये हम जय नहीं प्राप्त कर ഈ पाएंगे, ഉപവാസ പ്രാർത്ഥന എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുകയില്ല, ये उपवास प्रार्थना में पूर्ति नहीं कर पाएंगे ഒരു करके। മറുപടി എന്റെ വീടിനകത്ത് വെളിപ്പെടത്തില്ല. ये कोई उत्तर हमारे घर में नहीं मिल ചുരുക്കി पाएगा। പറഞ്ഞാൽ പല നിലകളിൽ നമ്മളെ വേട്ടയാടുന്ന പല സാധ്യതകൾ കണ്ടേക്കാം. हो सकता है हमें आक्रमण करने वाली कुछ अवस्थाओं को हम देखें, പക്ഷേ ദൈവത്തെ അനുസരിക്കുന്നവൻ पर अगर खुदा की बात मानते आप അവൻ ആത്മാവെ പറയും നമുക്ക് നേടിയെടുക്കാൻ तो പറ്റും. आत्मा में वो कहेगा कि हम उसे प्राप्त कर लेंगे। ബാക്കിയുള്ളവരെല്ലാം അവരുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. उनको तोड़ने लगा उनके हृदय നമുക്ക് को, പറ്റുകയില്ല, उनसे नहीं हो पा रहा, നമുക്കൊന്നും അത് സാധിക്കത്തില്ല, हमसे वो हो नहीं पाएगा, നമുക്കൊന്നും ഇത് ജയിക്കാൻ ഒക്കത്തില്ല. हम इसे जय नहीं प्राप्त कर पाएंगे। നമ്മുടെ മനസ്സിനെ തന്നെ പലപ്പോഴും പലരും എന്ത് ചെയ്യുന്നറിയാം, നമ്മുടെ മനസ്സിനെ തന്നെ ഇടിച്ചിരുത്തുക. कई बार हम अपने हृदयों को, अपनी बातों को दबा देते हैं, നിനക്ക് ഇതിനകത്ത് ജയിക്കാൻ പറ്റുകയില്ല, इसमें तू जीत नहीं पाएगा, ഈ പാപത്തെ നിനക്ക് ജയിക്കാൻ പറ്റുകയില്ല, पाप पर जयवंत नहीं हो ഈ सकता, ക്ലേശത്തെ നിനക്ക് ജയിക്കാൻ ये പറ്റുകയില്ല, क्लेश को जीत नहीं पाएगा, നീ ചിന്തിക്കുന്ന ചിന്തകളെ നിനക്ക് ജയിക്കാൻ പറ്റുകയില്ല. जो तू सोच रहा है उस पर जय नहीं प्राप्त कर पाएगा। എന്ന് तू നിന്റെ മനസ്സ് നിന്റെ അകത്ത് മന്ത്രിച്ച് നിന്റെ ബലത്തെ ക്ഷയിപ്പിക്കുമ്പോൾ, तेरे अंदर बातों को दबा कर जब तेरे को क्षय में डाल देता है तो ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് ഒരു പുതിയ ബലത്തെ ഏറ്റെടുക്കണം. ये उपवास प्रार्थना में आप कमजोरी से बल में आ जाए, കൂടാരത്തോട് ചേർന്ന് നിന്നവൻ ദൈവശക്തി ഏറ്റെടുക്കണം. छावनी के नजदीक रहा वो बल पाया, ഉപവാസത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ വചനത്തിന്റെ ആ വലിയ ബലത്തെ ഏറ്റെടുക്കണം. परमेश्वर का वो बड़ा बल को आप ले लेना है, എങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ तभी പറ്റുകയുള്ളൂ. हम जय प्राप्त कर पाएंगे, ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. नहीं तो बार बार हम दोहराते रहेंगे, എന്തിനാ നമുക്ക് ജയിക്കാൻ പറ്റുകയില്ല. हाँ जय नहीं प्राप्त कर पाएंगे। എന്റെ പാസ്റ്ററെ എത്ര പ്രാർത്ഥിച്ചാലും ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല, हाँ, पास्टर कितना भी हो हम नहीं जय पाएंगे, എന്തോ ചെയ്താൽ ഇനിയൊന്നും നടക്കത്തില്ല, अब कुछ भी कर लो कुछ ഇനി नहीं ഞാൻ होगा, അഭിഷേകം പ്രാപിക്കത്തില്ല, अब मैं अभिषेक प्राप्त नहीं ഇനി कर ഒരു കൃപ पाऊंगा, ഞാൻ വെളിപ്പെടത്തില്ല, मेरा वरदान नहीं എന്റെ प्रकट होगा, വീടിനകത്തൊന്നും നടക്കത്തില്ല. मेरे घर में कुछ नहीं होगा, ഇത് നമ്മൾ ഓരോ സമയങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. बार बार हम दोहराते रहते हैं പക്ഷേ ऐसा, ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചു പറ, पर आज आप उलट कर बोलना है, ചുമ്മാതെ തിരിച്ചു പറയുകയല്ല, यूं ही ना बोले, ദൈവ വചനത്തെ അനുസരിച്ചിട്ട് തിരിച്ചു പറയണം. प्रभु का वचन का आज्ञा मान कर बोले, വചനത്തെ മുറുകെ പിടിച്ചിട്ട് പറയണം. वचन को थाम कर बोले, നമുക്കതിനെ പിടിച്ചടക്കാൻ കഴിയും, हम उसको दबा सकते നമുക്ക് हैं, വാഗ്ദത്തങ്ങളെ പിടിച്ചടക്കാൻ സാധിക്കും. वायदों को हम पा सकते हैं करके, എന്നിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരും, हमारे अंदर का विश्वास बढ़ेगा, എന്നിലുള്ള ശുശ്രൂഷ വെളിപ്പെട്ടു വരും, मेरे अंदर की सेवकाई प्रकट होगी, എന്റെ കുടുംബം മാനിക്കപ്പെടും. मेरा परिवार आदर पाएगा। ഇന്ന് രാത്രി വിശ്വാസം പ്രഖ്യാപിക്കുക ദൈവമക്കൾ. आज की रात आप विश्वास की घोषणा നമ്മെ करें, ചുമ്മാതെ വിശ്വാസം പ്രഖ്യാപിക്കുകയല്ല, यूं ही विश्वास की घोषणा ना വചനത്തെ करें, മുറുകെ പിടിച്ചിട്ട് വിശ്വാസം പറഞ്ഞു. वचन को कसकर थाम कर पकड़ कर आप घोषणा करें। വചനത്തിന് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. वचन अगर आपको उपयोगी करना चाहता है तो कोई आपको हराएगा नहीं। യോശുവയും കാലേവും പറഞ്ഞു നമുക്കത് പിടിച്ചടക്കാൻ പറ്റും. यहोशू और कालेब बोला हम उसको पकड़ सकते हैं നിങ്ങൾ करके। ഒരിക്കലും മറ്റുള്ളവരുടെ ഹൃദയത്തെ ഉരുകുമാറാക്കാതെ कभी भी किसी के हृदय को ना पिघलाए करके, അവരുടെ ഹൃദയം ഉരുക്കരുത്, उनके हृदय को ना पिघलाए, ജനത്തെ ബലപ്പെടുത്തണം. उनको बल दे। ഇന്ന് രാത്രിയിലും ദൈവമക്കളോട് ഞാൻ പറയാം, मैं आज रात आपसे कहना चाहता हूँ, നിന്റെ ഭവനത്തിനകത്ത് ബലഹീന വിശ്വാസികൾ हो ഉണ്ടായേക്കാം. सकता है आपके भवन में बलहीन विश्वासी हो, എല്ലാവരും ഒരുപോലെ വിശ്വാസത്തിൽ അധിഷ്ഠിതരാകണമെന്ന് നിർബന്ധമില്ല. कोई जरूरी नहीं कि आपके घर में सभी लोग अच्छे विश्वासी हो। വിശ്വാസം കുറവുള്ളവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ കഴിയണം. विश्वास में जिसकी कमी है उसको दृढ़ करें आप, ബലമില്ലാത്തവനെ ബലമുള്ളവരാക്കി മാറ്റണം. बलहीन को बलवंत करें आप, അപ്പോസ്തലൻ പറയുന്നത് പോലെ ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങണം. जो विश्वास कहता है कि जो नहीं मानते उन्हें आप थाम लेना है करके। മനസ്സിന് ബലമില്ലാത്തവരെ എന്ത് ചെയ്യണം? താങ്ങണം. जिसके हृदय में बल नहीं है उसे थाम ले आप, ഉറപ്പ് കൊടുക്കണം. उनको धैर्य दे। വചനം ശരിക്കറിഞ്ഞിട്ട് തോറ്റുപോകുന്നവന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. वचन सही से जानता है और वो हार गए, मैं उनकी बात नहीं कर रहा हूँ, അങ്ങനെ തോറ്റുപോകുന്ന ഒത്തിരി എണ്ണമുണ്ട്. ऐसे हारने वाले बहुत लोग होंगे। വചനം അറിഞ്ഞിട്ടും ദൈവം പറയുന്നത് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പ്രവർത്തിക്കാത്തവർ, वचन सही है जानकर भी वो सही नहीं होते, तो അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ऐसे लोगों की बात नहीं कर, അങ്ങനെയുള്ളവരെ ഒരു കാലത്തും രക്ഷിക്കപ്പെടുത്താനോ
രക്ഷപ്പെടുത്താനോ പറ്റത്തുമില്ല. कभी भी ऐसे व्यक्तियों को हम कभी बचा नहीं पाएंगे. കഴിഞ്ഞിടെ ഞാൻ പറഞ്ഞതുപോലെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ നമുക്ക് വലിയ പാടാ. जो सोने का ढोंग करता है उन्हें जगाना थोड़ा मुश्किल होगा. ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താം. जो सोता है उसे हम जगा सकते हैं. നടിച്ചു കിടക്കുന്നവനെ ഉണർത്താൻ പറ്റുകയില്ല. पर जो ढोंग रखता है उसे कैसे हम ചില जगाएं? വചനങ്ങൾ കാര്യമായി നമുക്കറിയാം. कई वचन को हम गहराई से जानते भी है. ഈ മറ്റു ഗോത്രത്തിലുള്ള തലവന്മാർക്ക് അറിയത്തില്ലാഞ്ഞിട്ടാണോ? ऐसा है कि क्या दूसरे गोत्र लोग ये बातें नहीं जानते थे? ദൈവത്തിന്റെ പവർ അവർ കണ്ടതല്ലേ? क्या खुदा के सामर्थ को उन्होंने नहीं ദൈവം देखा था? പിടിവിച്ച വിടുതലുകൾ അവർ അനുഭവിച്ചതല്ലേ? परमेश्वर के छुटकारों का अनुभव नहीं किया था क्या उन्होंने? ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അവർ കണ്ടതരാ. क्या खुदा के चमत्कारों को देखा है उन्होंने? അവർ ദൈവത്തിന്റെ മഹത്വം ശരിക്കും മനസ്സിലാക്കിയവരാ. प्रभु की महिमा को सही में वे लोग समझे പിന്നെ थे. എന്താണ് ഇവർക്ക് പറ്റിയത്? फिर उन्हें क्या हो गया? പലതും ഇവർ അത്ഭുതം കണ്ടെങ്കിലും ഇവരുടെ അകത്തത് കേറിയിട്ടില്ല. कई चमत्कार वहाँ हुए तभी वो व्यक्तियों के हृदय में वो बातें नहीं ഇന്ന് सामने आई. രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, पर मैं आज आपसे कहना പലരും चाहता हूँ, തോറ്റു പോകുന്നതിന് കാരണം कई लोग हारने का कारण क्या है? അനുസരണം അകത്ത് കയറണം. आपका कहना मानना अंदर से होना. അനുസരണം എന്ത് ചെയ്യണം? അകത്ത് കയറണം. आपकी आज्ञाकारिता अंदर होना जरूरी है. മനസ്സിലാക്കി അനുസരിച്ചില്ലിവർ. लोगों ने समझकर आज्ञा का पालन नहीं किया. മനസ്സിലാക്കി അനുസരിക്കണം. അനുസരണത്തിന്റെ ഒരു വേറൊരു തലവാത്. समझकर ही है जो आप उसको मानना है. എങ്ങനെ അനുസരിക്കണം? कैसे मानना है? മനസ്സിലാക്കി അനുസരിക്കണം. समझकर मानना है. ഒരു ഉദാഹരണം ഞാൻ പറയാം. मैं एक एग्जांपल देता हूँ. മനസ്സിലാക്കി അനുസരിക്കുക എന്നുള്ളത്. समझकर आज्ञा मानने का. ഒരു വീട്ടിൽ അപ്പൻ മക്കളോട് പറഞ്ഞു, രണ്ട് മക്കളുണ്ട്. एक घर में एक पिता ने अपने दो बच्चों से कहा, ഈ അപ്പനെ ശരിക്കും അനുസരിക്കുന്ന മക്കളാണ് ഈ മക്കൾ. ये बच्चे जो है पिता के अच्छी बात मानने वाले हैं. ഒരു ദിവസം ഈ അപ്പൻ ഈ രണ്ട് മക്കളോട് പറഞ്ഞു, ये पिता इन दोनों बच्चों से कहता है, നാളെ നിങ്ങൾ ചന്തയിൽ പോകണം. कल तुम बाजार जाना. ഇത് ഇവരുടെ മനസ്സിന്റെ അകത്ത് കയറി. ये बात उनके हृदय में आ गया. ഇവര് രാത്രി കിടന്നുറങ്ങിയപ്പോ अब रात को वे लोग सोने लगे तो ഇവരുടെ മനസ്സിന്റെ അകത്ത് ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു, അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നാളെ എവിടെ പോണം? ചന്തയിൽ പോകണം, अभी മാർക്കറ്റിൽ പോകണം. रात को ये बच्चे सो रहे हैं और सोने से पहले दोनों आपस से बात करते हैं. पिता ने बोला है कल हमें बाजार जाना है. അവര് രാവിലെ തീരുമാനിച്ചു അപ്പനെ നമുക്കൊന്ന് ഞെട്ടിക്കണം. तो सुबह उन्होंने निर्णय किया प्रभु पिता को थोड़ा सा झटका देते हैं. അപ്പൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് എവിടെ പോകണം? ചന്തയിൽ പോകണം. पिता उठने से पहले हम क्या करते हैं? हम बाजार जाकर आते हैं. അവർ അധികാലത്ത് എഴുന്നേറ്റ് ചന്തയിൽ പോയിട്ട് തിരിച്ചു പോകും. वो सुबह जल्दी उठकर बाजार जाकर वापस आ गए. അപ്പൻ എഴുന്നേറ്റ് വന്നിട്ട് മക്കളെ വിളിച്ചു, മക്കളെ മാർക്കറ്റിൽ പോകണം. पिता सुबह उठा और बच्चों को बुला के बोला बेटा मार्केट जाना है. മാർക്കറ്റിൽ പോയിട്ട് ഇന്ന സാധനം മേടിച്ചോണ്ട് വരണം. और बाजार जाकर ये सामान लेकर आओ बोला. അവര് പറഞ്ഞു, അപ്പ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ മാർക്കറ്റിൽ പോകണമെന്ന്. तो पिता से बोला पिता आपने तो बोला था ना कल मार्केट അതുകൊണ്ട് जाना ഞങ്ങൾ രാവിലെ മാർക്കറ്റിൽ പോയിട്ട് വന്നു. है. इसलिए हम सुबह मार्केट जाकर आ गए. അപ്പനെ അനുസരിച്ചോ? അനുസരിച്ചു. क्या पिता का उस बच्चों ने कहना माना? പക്ഷേ മനസ്സിലാക്കി അനുസരിച്ചില്ല. पर उन्होंने पिता की बात को समझकर आज्ञा नहीं मानी. അനുസരണമുണ്ട്, മനസ്സിലാക്കി അനുസരണമുണ്ട്. आप समझे तो आज्ञा मानना है. നമ്മൾ ഇങ്ങനെയാണോ അനുസരിക്കുന്നത്? क्या इस तरह हमें आज्ञा मानना चाहिए? ചന്തയിൽ പോകണമെന്ന് പറഞ്ഞു, ആ പിന്നെ കൊള്ളാം, രാവിലെ ഒരുങ്ങി കെട്ടി പൗഡറൊക്കെ ഇട്ട് ചന്തയിൽ പോകും. हाँ सही बात है. मार्केट जाना है करके सुबह वो लोग निकल गए. പക്ഷെ എന്തിനാ पर क्यों ഞാൻ അനുസരിച്ചേ? क्यों मैंने बात माना? ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ എന്തിനെ അനുസരിക്കുന്നേ? ये उपवास प्रार्थना में मैं किस बात को मान रहा हूँ? ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും പ്രിയപ്പെട്ടവരോടും ഞാൻ പറയാം, മനസ്സിലാക്കി അനുസരിക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. यहाँ बैठे हुए एक एक छोटे से लेके बड़ों तक के मैं कहना चाहता हूँ, समझकर आप बात को माने. മനസ്സിലാക്കി അനുസരിച്ചാലേ അനുഗ്രഹമുള്ളൂ. अगर आप बातों को समझकर आज्ञा पालन करेंगे तभी अनुग्रह है. എന്നാലേ നമുക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് അനുസരിച്ചെന്ന് പറയാൻ പറ്റത്തുള്ളൂ. तभी हम बोलेंगे कि हमने सही तरीके से आज्ञा माना. എല്ലാം അനുസരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും. सारा बात मान लिया बोलने ഞാൻ से नहीं. ഓടി നടന്ന ദൈവമേ ഞാൻ അനുസരിക്കുക. आप दौड़कर बोल रहे हाँ मैंने मान लिया ഞാൻ आपका എന്നാ बात. ചെയ്യാത്ത? मैंने क्या नहीं किया? ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. सब तो मैं कर रहा हूँ. ഞാൻ അനുസരിക്കുന്നില്ല क्या ദൈവത്തെ. मैं मान नहीं रहा खुदा പക്ഷേ को? ഇന്ന് രാത്രി ഇതൊന്ന് ചിന്തിക്കണം. पर आज रात आप ये सोचें, മനസ്സിലാക്കി അനുസരിക്കണം. समझकर खुदा को आज्ञा माने. മനസ്സിലാക്കി അനുസരിച്ചാൽ अगर समझकर मानेंगे ഭയങ്കര അനുഗ്രഹമാണ്. तो बड़ा अनुग्रह है. ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. कोई आपको फिर हरा नहीं ഈ सकता. വചനത്തെ മനസ്സിലാക്കി ഒന്ന് അനുസരിച്ചു നോക്കിയേ. ये वचन को मानकर आप अनुसरण ഈ करें. യോശുവ മനസ്സിലാക്കി ദൈവത്തെ അനുസരിച്ചു. ये यहोशू जो है समझकर जो है प्रभु को माना. ഞങ്ങളെ എന്തിനു വിട്ടു? क्यों हमें भेजा? അവർക്ക് അവരുടെ പർപ്പസ് അറിയാമായിരുന്നു. उसको उसका पर्पस मालूम था.
ഞങ്ങളെ വിട്ടവൻ ഞങ്ങളെ ആ നാട്ടിലെത്തിക്കാൻ വിശ്വസ്തനാ. जो हमें भेजा है वो हमें पहुंचाने के लिए विश्वास योग्य करके. പക്ഷേ കൂടെ പോയവർ ദൈവത്തെ എന്ത് ചെയ്തില്ല? ദൈവം പറഞ്ഞത് അനുസരിച്ചു, പക്ഷേ എങ്ങനെ അനുസരിച്ചില്ല? മനസ്സിലാക്കി അനുസരിച്ചില്ല. उन्होंने परमेश्वर का बात तो माना पर खुदा को समझकर उसकी बात को नहीं समझा. മനസ്സിലാക്കി അനുസരിച്ചിരുന്നെങ്കിൽ अगर समझकर मान लिया ഈ होता പദം വരത്തില്ല, तो ये वचन उनके मुंह में नहीं आता, ഈ കാര്യം വരത്തില്ല. ये बात नहीं होती. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തെ മനസ്സിലാക്കി അനുസരിക്കണം. इस उपवास प्रार्थना में खुदा को समझकर उसको माने. അതുകൊണ്ട് തമ്പുരാൻ എന്നെ ചെയ്തെന്നറിയാമോ? इसलिए खुदा ने वहाँ क्या എടാ, किया? ദൈവത്തെ ശരിക്കും മനസ്സിലാക്കി അനുസരിക്കാത്ത നിന്നെ ആ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കത്തില്ല. इसलिए वहाँ बोला गया कि तुझे प्रभु को समझकर तूने नहीं माना, इसलिए तुझे कनान देश नहीं भेजेंगे. എല്ലാവരും യാത്രയിലാ, सब लोग यात्रा में പല വാഗ്ദത്തങ്ങളിലേക്കാ. कई वायदों की ओर है. അല്ലേ? വാഗ്ദത്തം എന്ന് ഞാൻ പറയുന്നത് ആ സ്വർഗീയ അനുഭവമാണ്. मैं वायदे के बारे में बोलो तो स्वर्गीय ആ अनुग्रह के बारे में. സ്വർഗീയ അനുഭവത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. हम जो यात्रा कर रहे हैं वो स्वर्गीय अनुभव പക്ഷേ का ഈ है. ദൈവത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി അനുസരിക്കുന്നുണ്ട്? पर परमेश्वर को हम किस प्रकार समझकर जो है उसकी बात ഈ मानते हैं. വചനം നമ്മൾ എന്ത് പറയുന്നു അത് മനസ്സിലാക്കി അനുസരിച്ച് കഴിഞ്ഞാൽ अगर ये वचन को जैसा समझना है समझकर माने तो ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിരിക്കും ദൈവത്തിന്റെ ആ ഒരു അനുഭവം നമുക്ക്. हम सोचने से बढ़कर खुदा का अनुभव हमारे ऊपर होगा. അപ്പൊ നോക്കിക്കോണം, ഈ മനുഷ്യൻ അല്ലെങ്കിൽ യോശുവയും കാലേബും ദൈവത്തെ ശരിക്കും മനസ്സിലാക്കി അവരെന്ത് ചെയ്തു? അനുസരിച്ചു. നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റും. यहोशू और कालेब सही तरीके से प्रभु को समझकर माना और बोला कि हम उसको अपने वश में कर सकते हैं. കാര്യം ദൈവം വിട്ടത് ചുമ്മാതൊന്നും അല്ല. ദൈവം तो വിട്ടേ प्रभु ने उन्हें यूं ही नहीं भेजा था, उन्हें ഞങ്ങൾക്ക് ഭയങ്കര ഉറപ്പ് തരാൻ വേണ്ടിയാ. हमें दृढ़ता देने के लिए था. പക്ഷെ ആ പോയവരിൽ യോശുവയും കാലേവും അല്ലാതെ 20 വയസ്സിന് താഴെയുള്ളവരല്ലാതെ ആരും എന്ത് ചെയ്തില്ല? കനാൻ നാട്ടിൽ പ്രവേശിച്ചില്ല. वहाँ पे 20 साल से कम उम्र वाले के अलावा और कोई भी जो है कनान देश में प्रवेश नहीं कर എന്തുകൊണ്ട് पाए. പ്രവേശിച്ചില്ല क्यों ദൈവമക്കളെ? प्रवेश नहीं कर पाए? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം मैं പറയാം. समझने वाला एक बात ദൈവം बताता हूँ. പറയുന്നതിനെ മനസ്സിലാക്കി അനുസരിക്കാത്തതുകൊണ്ട്. प्रभु बताया हुआ बात को समझकर आप नहीं करते, इसलिए അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കേൾപ്പാൻ വേഗത വേണം. इसलिए प्रभु बोलता है कि सुनने में आपको तीव्रता होनी है. കേൾപ്പാൻ എന്ത് വേണം? സ്പീഡിൽ കേൾക്കണം. और सुनने में तीव्रता होनी है. പറവാൻ താമസം വേണം. और बोलने में धीरज रहना है. പറഞ്ഞ് നമ്മൾ തെറ്റുകാരായി മാറല്ലേ? हम बोलकर गलत नहीं होना. കേട്ട് തിരിച്ചറിഞ്ഞ് സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നാം അതിനെ അംഗീകരിക്കുന്നവരാകണം. सुनकर समझकर उसको अंगीकार करना जरूरी है. അങ്ങനെ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ऐसे हम प्रभु के सानिध्य में ഈ होंगे. ഉപവാസം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വിടുതലാണ്. ये उपवास हमारे लिए बड़ा छुटकारा होगा. ഇത് നമ്മുടെ തലമുറയ്ക്ക് വലിയ ആശ്വാസമാണ്. ये हमारे बच्चों के लिए आश्वासन ഇത് होगा. നമ്മുടെ വീടിനകത്ത് വിടുതൽ നടക്കും. ये हमारे एक भवन में छुटकारा അപ്പൊ होगा. യോശുവ കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയവരിൽ ആമേൻ ഏറ്റവും ബലമുള്ളവർ അല്ലെങ്കിൽ എതിരഭിപ്രായം പറയാതെ ദൈവത്തിൽ വിശ്വസിച്ച് പറഞ്ഞത് ഇവർ രണ്ടുപേരായിരുന്നു. परमेश्वर पर विश्वास कर कर बोले वे सिर्फ ये 2 ही व्यक्ति थे. ഈ യോശുവയെ ये यहोशू को ദൈവം പിന്നീട് മോശയുടെ മരണശേഷം പുറത്തു കൊണ്ടുവരും. मूसा की मृत्यु के बाद में उसको बाहर लेकर आया. എല്ലാരും തെരഞ്ഞെടുക്കാൻ പറ്റുകയല്ല. सबको चुन नहीं सकते. എല്ലാവരും ചിലത് ഏൽപ്പിക്കാൻ പറ്റുകയല്ല. सभी को कुछ सौंप नहीं सकते. നിങ്ങൾ വിചാരിക്കരുത് ഈ കഴിവുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് കാര്യപ്രാപ്തി ഉണ്ടല്ലോ എന്നെ ഏൽപ്പിക്കാത്തതും सब ചിന്തിക്കരുത്. लोग सोचेंगे हाँ मुझ में तो योग्यता है, फिर क्यों नहीं मुझे सौंप रहे. ദൈവം പറയും നീ എത്രമാത്രം അനുസരിച്ചിട്ടുണ്ട്. पर खुदा ऐसे पूछेगा कितना तूने अनुसरण किया. യോശുവയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വന്നവനല്ല. यहोशू को बोले तो कल आया हुआ व्यक्ति नहीं था. ഏതെല്ലാം നിലകളിൽ അനുസരണത്തോടെ ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന ഒരു മനുഷ്യനാ. कितना ही खुदा का अनुसरण करके खुदा के चरणों में बैठा व्यक्ति था वो. അത് ചെറിയ കാര്യമൊന്നുമല്ല. वो छोटी बात नहीं है. നോയിക്കോണം, ചെറുപ്രായത്തിൽ യുവാവായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മോശയോട് ചേർന്ന് നടന്നു എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല. അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. जवानी में ही मूसा के साथ चला, बोला छोटी बात नहीं है, वो प्रभु की योजना में से एक था. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പറയാം, നമുക്ക് ലഭിക്കപ്പെടുന്ന അവസരങ്ങൾ ഒത്തവണ്ണം കർത്താവിനെ മഹത്വം കൊടുത്തുകൊണ്ട് इसलिए मैं कहता हूँ कि അനുസരിച്ചോണം. प्रभु की जब भी अवसर देते हैं तो प्रभु के लिए उपयोगी हो, अनुसरण करें. മോശയുടെ മരണശേഷം मूसा की मृत्यु के बाद യോശുവ ചുമതല ഏറ്റെടുക്കുമ്പോൾ അവന്റെ പ്രായം എത്ര അറിയോ? यहोशू जब भार उठाता है तो उसका उम्र कितना था? 85. 85. നോയിക്കേ, അത്രയും പ്രായമുള്ള ഒരുവൻ അപ്പൊ അത്രയും പ്രായം വരെ എന്ത് ചെയ്തു? അനുസരിച്ച് നടന്നു. इतना उम्र तक क्या किया उसने? अनुसरण कर करके आगे बढ़ा. നമ്മളാണല്ലോ पर हम हैं तो ഒരു ഇച്ചിരി കൃപ കിട്ടിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വലിയ ഉള്ളിയാ. और हम थोड़ा सा अनुग्रह प्राप्त करने के बाद बड़ा आदमी बनने की कोशिश करते हैं.
എന്നേക്കാൾ ശുശ്രൂഷയുള്ള വേറെ ആരും ഈ ഭൂമിയിലില്ല. നമ്മുടെ मेरा जैसा सेवकाई करने वाला इस दुनिया में नहीं, ऐसा सोच रहे हैं നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. हम, ऐसा नहीं सोचना है। നമ്മളെ ഏൽപ്പിക്കപ്പെടുന്നതിൽ നമ്മൾ വിശ്വസ്തത നടത്തിക്കൊണ്ടേയിരുന്നാൽ, हमें सौंपा गया में हम विश्वास योग्यता दिखाते रहेंगे तो, ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ടേയിരുന്നാൽ, प्रभु बोले हुए बात को अनुसरण करते रहेंगे അവൻ तो നമ്മളെ അധികത്തിൽ വിചാരകനാക്കും. परमेश्वर हमारे लिए ज्यादा सोचेगा। മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ जब मूसा की मृत्यु हो गई യോശുവയ്ക്ക് 85 വയസ്സ്. और मूसा को 85 एज, ഇസ്രായേലിന്റെ ചുമതല ഏറ്റെടുത്തു യോശുവ. इस्राएल का भार उसने अपने ऊपर उठा लिया। ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോശയെ അനുസരിച്ചതുപോലെ തന്നെ യോശുവയെയും ഇസ്രായേൽ മക്കൾ അനുസരിച്ചേ മതിയാകത്തുള്ളൂ. परमेश्वर ने ऐसा कहा कि जैसा मूसा को माना था इस्राएलियों से कहा, वैसा ही तुम यहोशू को भी मानना है। ആവർത്തന പുസ്തകം 34:9 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. व्यवस्था विवरण की पुस्तक में हम पढ़ते हैं तो, അതുപോലെ യോശുവ 1:1 നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാം. यहोशू 1 का 1 हम पढ़ते हैं तो देखते हैं। അങ്ങനെ ദൈവം യോശുവയെ തെരഞ്ഞെടുത്ത് ജനത്തോട് പറയും, അവനെ അനുസരിച്ചോണം. उसको मान लेना लोगों से कहते हैं। എന്തുകൊണ്ട് അവനെ അനുസരിച്ചോണം എന്ന് പറയാൻ കാരണം, क्यों उसको मानना है? അവൻ മോശയെ ശരിക്കും അനുസരിച്ചവനാ. क्योंकि वो मूसा का आदर किया है, ഇനി ഇവൻ माना है। അനുസരിക്കേണ്ടത് ദൈവത്തെയാ. अब यहोशू को प्रभु को मानना है, കാരണം ദൈവത്തിന്റെ ശുശ്രൂഷകനായി ഇവൻ പുറത്തു വന്നിരിക്കുക. क्योंकि प्रभु के लिए सेवक बन के बोल निकला ഇവൻ है। ദൈവത്തെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. उसको खुदा को मानना ही അവന് पड़ेगा। ദൈവത്തിൽ നിന്ന് കൈമാറുന്ന ദൈവിക സന്ദേശങ്ങൾ നിങ്ങളോട് അറിയിക്കുമ്പോൾ നിങ്ങൾ അത് അനുസരിക്കണം. और यहोशू को जो संदेश खुदा देता है, यहोशू जब तुम्हें देता है तो तुम्हें उसे मानना पड़ेगा बोला। അല്പം ഭയം അകത്ത് യോശുവയ്ക്കുണ്ട്. यहोशू को एक घबराहट और भय अंदर था। ആ ഭയം എന്നെ ചോദിച്ചാൽ ഈ ജനം എന്നെ അനുസരിക്കുമോ എന്നുള്ളതായിരുന്നു. उसके अंदर एक ही भय, क्या ये लोग मुझे मानेंगे? പക്ഷെ ദൈവം ഇറങ്ങി വന്ന് യോശുവയോട് പറയുക, पर खुदा उतर कर यहोशू से कहता യോശുവേ है, നീ ഭയപ്പെടണ്ട, यहोशू तू डर मत, നീ ഭയപ്പെടണ്ട, तू डर मत, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കെ. तू दृढ़ हो जा और धैर्य पा। ഒന്ന് ഓർത്ത് നോക്കി, 85 വയസ്സുള്ള ഈ മനുഷ്യൻ ഭയമുള്ളവനായി. सोचो वो 85 साल का व्यक्ति भयभीत हो गया, ധൈര്യം ചോർന്നു പോകുന്നു, उसका हियाव निकल गया, ഉറപ്പില്ലാതാകുന്നു. उसका दृढ़ता खत्म हो गया। എങ്ങനെ ഞാൻ ഈ ജനത്തെ നയിക്കും? कैसे इन लोगों को मैं चलाऊंगा? ഈ ജനം എന്നെ അനുസരിക്കുമോ? क्या ये लोग मुझे मानेंगे क्या? ദൈവം പറഞ്ഞു, നീ ഭാരപ്പെട്ടു പോകണ്ട. प्रभु बोला तू भार मत उठा, യോശുവേ നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. तू हियाव बांध ले और दृढ़ हो जा। ദൈവം അവന് ഉറപ്പ് കൊടുത്തു. परमेश्वर ने उसे दृढ़ता നിന്റെ दिया। ജീവകാലത്തൊരുത്തനും നിന്റെ നേരെ നിൽക്കുകയില്ല. तेरे जीवन भर तेरे सामने कोई खड़ा नहीं रह पाएगा ഞാൻ बोला। മോശയോട് കൂടെ എങ്ങനെ ഇരുന്നോ അതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. जैसे मैं मूसा के संग था वैसे ही मैं तेरे संग रहूंगा बोला। ഞാൻ നിന്നെ കൈവിടത്തില്ല, मैं तुझे नहीं छोड़ूंगा, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. तुझे नहीं छोड़ूंगा। നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. हियाव धर ले और दृढ़ हो जा। ഈ രാത്രി എത്ര പേർക്ക് ഉറപ്പ് ലഭിക്കപ്പെടുന്നുണ്ട്? इतना लोग आज रात्रि में दृढ़ता पाते हैं। അനുസരിക്കാൻ തയ്യാറായാൽ ഈ ഉറപ്പ് കിട്ടും. अनुसरण करेंगे तो ये दृढ़ता आपको मिलेगा। ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാണോ ഭയത്തെ പുറത്താക്കും. अगर अनुसरण करने वाले आप हैं तो भय आप में से निकाल देगा എന്നിട്ടാണ് നമ്മൾ परमेश्वर। വായിച്ച വചനം ദൈവം അവനോട് പറയുന്നത്, वैसे ही उसे परमेश्वर कहता है, മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടിയിരിക്കാൻ मूसा തയ്യാറാ. के साथ रहा वैसे मैं तेरे साथ रहने के लिए तैयार അവൻ हूँ। അനുസരിച്ചതുപോലെ നീയും അനുസരിച്ച് നടന്നോണം. जैसे मूसा अनुसरण किया, यहोशू तू भी अनुसरण करना। ഇന്ന് രാത്രി എത്ര പേർക്ക് കൊതിയുണ്ട്? कितना लोग आज എന്റെ लालसा ദൈവമേ, करते നിന്നെ हैं। അനുസരിച്ച് നടക്കാൻ ഞാൻ തയ്യാറാ. प्रभु मैं आपका अनुसरण करने के लिए ഈ तैयार हूँ। രാത്രി നിന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല तो कोई പ്രിയരേ. भी शक्ति आपको हरा नहीं पाएगा। നിന്റെ കുടുംബത്തെ തകർക്കാൻ ഒരു പിശാചിനും പറ്റുകയില്ല. कोई भी शैतान जो है आपके परिवार को नष्ट नहीं कर पाएगा। നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാൻ ദൈവം വിശ്വസ്തനാണ്. इसलिए आपके लिए जो योजना है वो परमेश्वर पूरा कर देगा। പക്ഷേ വചനം വിട്ടുമാറരുത്. पर वचन छोड़कर नहीं ദൈവം जाना है। കൊടുക്കുന്ന വലിയ ബലമാണത്. ये परमेश्वर देने वाला बल है, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കെ. इसलिए ही आप बांध ले। 8ാമത്തെ വാക്യം വായിക്കുന്നത്, 8वां वचन हम पढ़ते ഈ हैं। ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ये व्यवस्था की यह पुस्तक तेरे चित्त से कभी ना उतरे। ദൈവവചനം നിന്റെ അകത്തൂന്ന് പോകല്ലേ. तेरा परमेश्वर का वचन तेरे चित्त में से जाना नहीं। വചനം അകത്തുണ്ടോ वचन अंदर है, അനുസരിക്കാം. अनुसरण करना, അത് പറയേണ്ട കാര്യമില്ല. उसको बोलने की जरूरत नहीं है। വചനം അകത്തുണ്ടോ അനുസരിക്കും. वचन अंदर है, आप പിന്നെ अनुसरण എന്തുകൊണ്ടാണ് നമ്മൾ करेंगे। അനുസരിക്കാത്ത പലരും? क्यों फिर कुछ लोग मानते नहीं വചനം हैं? അകത്തില്ല.
क्योंकि उनके अंदर वचन नहीं है। അതുകൊണ്ട് ദൈവം ഇവനോട് പറയാണ്, इसलिए खुदा मुझसे कहता നീ है എന്ത് ചെയ്യണം? പുസ്തകത്തിൽ, ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. നിന്റെ അതിൽ എഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അതെന്ത് ചെയ്യണം? ധ്യാനിച്ചുകൊണ്ടിരിക്കണം. इसलिए क्या ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നിന്റെ പ്രവൃത്തി സാധിക്കും. യോശുവയോട് പറയാ, നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, अगर परमेश्वर यहोशू से कहता है अगर तुझे अनुग्रह पाना है, ഒന്ന് നിന്റെ അതരത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? പോകല്ലേ. पहला तेरे चित्त में से ना निकले, നിന്റെ വായിൽ നിന്ന് അത് നീങ്ങി പോകല്ലേ. तेरे मुंह से ना निकले, വായിൽ എന്ത് ചെയ്യരുത്? നാവിൽ എന്ത് ചെയ്ത്? വേറൊന്നും വരരുത്. और तेरे चित्त में कोई दूसरी बात नहीं आना, നാവിൽ അവിശ്വാസം വരരുത്. और चित्त में अविश्वास नहीं आना, നാവിൽ അശുദ്ധി വരരുത്. अपवित्रता नहीं आना। നാവിൽ നീ വിശ്വാസം പറഞ്ഞു തുടങ്ങണം. आप अपने चित्त में विश्वास बोलना, നാവിൽ നിന്റെ വചനം, ദൈവത്തിന്റെ വചനം നിന്റെ നാവിൽ और ഉണ്ടായിരിക്കണം. परमेश्वर का वचन आपके अंदर होना ഇത് है। നാവിൽ വരണമെങ്കിൽ अगर ये आपकी जुबान में എന്ത് आना है ചെയ്യണം? तो क्या करना ഇത് है? രാവും പകലും ധ്യാനിക്കണം. इसलिए इसको दिन रात ध्यान करना। ഇത് ഞായറാഴ്ച മാത്രം ബൈബിള് തുറക്കുന്ന നമുക്ക് ഇതൊന്നും കിട്ടത്തില്ല. और सिर्फ संडे को बाइबल खोलने वाले हम जो है हमें नहीं। രാവും പകലും ധ്യാനിക്കുന്നവന് മാത്രമേ ഈ ഒരു അനുഗ്രഹമുള്ളൂ. दिन और रात ध्यान करने वाले को ही अनुग्रह प्राप्त होता है, എന്നാ നിന്റെ പ്രവൃത്തി സാധിക്കും. तो ही आपका कार्य प्रभावशाली होगा, കൃതാക്തനാകും. आप अधीन ഈ होंगे। ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് इस उपवास प्रार्थना ദൈവ में മക്കളോട് ഞാൻ പറയാം, परमेश्वर के लोगों से मैं कहता हूँ, നമ്മൾ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങൾ प्रभु के सानिध्य में रखा हुआ विषय ദൈവത്തിന്റെ ഹിതമുള്ളതാണെങ്കിൽ परमेश्वर की मर्जी का है, ഉറപ്പാ ദൈവവചനം നീ ധ്യാനിച്ചുകൊണ്ടിരിക്കെ, दृढ़ है प्रभु का वचन में ध्यान लगाएगा, ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കെ, प्रभु की मर्जी हम करते നമ്മുടെ रहेंगे, ഹൃദയത്തിൽ നിന്ന് നാവിന്നത് മാറിപ്പോകാതെ हमारे जुबान से हटे बगैर ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ खुदा के सानिध्य हम ആ बैठेंगे तो വിഷയത്തിന് മറുപടി സ്വർഗം നമുക്ക് തരും. तो उस विषय का स्वर्ग हमें उत्तर देगा। അതാർക്കും നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റത്തില്ല. कोई भी हमारे अंदर से उस उत्तर को नहीं निकाल पाएगा। എന്റെ നാവിൽ വചനം ഉണ്ടെങ്കിൽ, अगर हमारे जुबान में वचन है, ഞാൻ അതിനെ ധ്യാനിക്കുന്നവനാണെങ്കിൽ, अगर हम उस पर ध्यान मनन करने वाले എന്റെ हैं, അകത്തുനിന്ന് ഒരു പിശാചും എടുത്തോണ്ട് പോകത്തില്ല. तो कोई भी शैतान उसको चुरा नहीं सकता, കാര്യം ഇത് ഏതിലാ വീണത്? നല്ല മണ്ണിലാ വീണേക്കുന്നേ. क्योंकि ये वचन अच्छी भूमि पे गिरा है, നല്ല മണ്ണിലാ വീണതെങ്കിൽ अच्छी मिट्टी में गिरा है, ഈ तो ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ വചനത്തെ കേൾക്കാനും പ്രാപിക്കാനും കൊതിയോടെ വന്നിട്ടുള്ള ദൈവമക്കളോട് ഞാൻ പറയാം, उपवास प्रार्थना में बड़ी लालसा के साथ में आए हुए लोगों से मैं कहता हूँ, ഇത് ജീവിതത്തിന്റെ അകത്ത് ഏറ്റെടുക്കണം. ये आप अपने जीवन में ले लें, വായിൽ നിന്ന് മാറിപ്പോവല്ലേ. आपके चित्त में से ना निकलने पाए। എന്തെങ്കിലും വിഷമം വരുമ്പോഴേ വേണ്ടാത്ത പറയല്ലേ. कोई दुख आता है तो गलत ना बोले, आप വചനം പറയണം. वचन बोले, ദൈവം എന്നെ നടത്തും. प्रभु मुझे चलाएगा। അല്ലേ? ചുമ്മാ അതങ്ങനെ പറയാനും പറ്റത്തില്ല. यूं ही हम इस बात को बोल भी नहीं सकते। ധ്യാനിക്കുന്നവന് പറയാൻ പറ്റും. जो ध्यान लगाता है वही बोल सकता है, പ്രമാണിക്കുന്നവന് പറയാൻ जो പറ്റും. आज्ञा मानता है वही बोल सकता വചനത്തിൽ है, നിലനിൽക്കുന്നവന് പറയാൻ പറ്റും. वचन में खड़ा रहता है वही बोल सकता है। അതാരുടെ റെക്കമെൻഡിന്റെ ആവശ്യമില്ല. किसी का रेकमेंड की जरूरत नहीं पड़ती അതാരുടെ है, സപ്പോർട്ടിന്റെ ആവശ്യമില്ല. किसी का सपोर्ट की जरूरत नहीं पड़ती है। ദൈവത്തിന്റെ വചനത്തെ വായിക്കുകയും ഗ്രഹിക്കുകയും അതിനെ മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യുന്ന ഏതു ദൈവ പൈതലും തോറ്റുപോകാതെ അവൻ ജയാളിയായിരിക്കും. परमेश्वर का वचन पढ़ने वाला, ध्यान करने वाला, मनन करने वाला कभी हारेगा नहीं, वो जीवंत होता रहेगा। യോശുവയെ ദൈവം ധൈര്യപ്പെടുത്തി. देखा जाता है यहोशू को जो है परमेश्वर दृढ़ता देता है। 85 വയസ്സുള്ള യോശുവേ, നീ ധൈര്യത്തോടെ പോകൂ. 85 साल का यहोशू तू धैर्य से जा बोलता നീ है, ഉറപ്പോടെ പോകൂ. तू दृढ़ता से जा, ഒരാളും നിനക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. कोई तेरे लिए बुरा नहीं करेगा। അത് തന്നെ അല്ലേ? ഓരോ വാക്കിലും ഓരോ പ്രവർത്തിയിലും എന്ന പവർ ആയിരുന്നു യോശുവയ്ക്ക്. यहोशू की एक एक बात में, प्रवृत्ति में क्या सामर्थ्य थी, सोचो। പ്രിയപ്പെട്ടവർ, ഇത് എവിടെ നിന്ന് കിട്ടുന്ന അറിയാവോ? कहाँ से ये सब मिलता മോളിൽ है നിന്ന് उसे? പൊഴിഞ്ഞു വരുന്ന സാധനമൊന്നുമല്ല. ऊपर से ऐसे नहीं आता ये सारी बातें, മറിച്ച് ഇത് അനുസരിക്കുന്നതിലൂടെ ലഭിക്കപ്പെട്ടതാ. पर ये सारी बातें अनुसरण के द्वारा उन्हें प्राप्त होती है। ഞാൻ പറയാം, അനുസരിക്കാതെ ഒരു രക്ഷയില്ല. अनुसरण नहीं करेंगे तो आप बच नहीं पाएंगे। ദൈവത്തിന്റെ വിടുതലുകൾ ഓരോ കുടുംബങ്ങളിൽ നടക്കണമെങ്കിൽ ദൈവം പറയുന്നത് എന്തോ അതനുസരിച്ചേ പറ്റത്തുള്ളൂ. परिवारों में छुटकारा चाहिए तो प्रभु जो बोलता है उसे मानना आपको जरूरी है। യോശുവയ്ക്ക് ധൈര്യം കൊടുത്തു. इसलिए यहोशू को धैर्य നീ देता है, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കെ. तो हिया बांध ले और दृढ़ हो जा എന്നിട്ട് बोलते हैं। പറയാ, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്.
എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. हिया बांध कर दृढ़ हो जा, भय ना खा और तेरा मन कच्चा ना हो करके बोला. ഭയങ്കര ഉറപ്പാ ദൈവം കൊടുത്തേ. बड़ा धैर्य उसे देता है. ഇതെല്ലാവരോടും ദൈവം പറയത്തില്ലല്ലേ? सभी को खुदा ऐसे नहीं बोलता, അനുസരിക്കുന്നവരോടെ പറയത്തുള്ളൂ. सिर्फ अनुसरण करने वालों എത്രയോ को बोलता है. യുവാക്കന്മാരുണ്ടായിരുന്നു അവിടെ. कितना जवान लोग थे वहाँ, എത്രയോ പേരുണ്ടായിരുന്നു. कितने लोग थे, പക്ഷെ എല്ലാവരോടും പറഞ്ഞില്ലല്ലോ. पर सभी को तो नहीं बोला ചിലരെ ना. പ്രത്യേക ദൗത്യം ഏൽപ്പിക്കും ദൈവം. बस परमेश्वर कुछ लोगों को उसकी ചിലരെ जिम्मेदारी പ്രത്യേക सौंपता है, ശുശ്രൂഷ ദൈവം एक ഏൽപ്പിക്കും. अलग सेवकाई सबको ഇവിടെ सौंपता है. ഇരിക്കുന്ന ഓരോ ദൈവ പൈതലും തിരിച്ചറിയുക, എന്നെയും നിങ്ങളെയും പല നിലകളിലുള്ള ദൈവിക ശുശ്രൂഷകളെ ദൈവം यहाँ പരമേൽപ്പിക്കും. बैठे हुए हर एक लोगों को सोचना है कि प्रभु ने मुझे एक जिम्मेदारी दी है करके दिया होगा. വെറുതെ ആരും ഉപയോഗിക്കപ്പെടുന്നില്ല. यूं ही किसी का उपयोग नहीं होता है, ശരിക്കും വില കൊടുത്തതാ. सही में कीमत चुकाई है. തമ്പുരാൻ പറയുന്ന അനുസരിച്ചതാ. प्रभु ने बोला, बात माना है उसने. അന്ന് അത് കഴിഞ്ഞിട്ടും ഈ കൂടാരത്തോട് ചേർന്ന് നിൽക്കുക. फिर भी वो तंबू के नजदीक खड़ा था, ആര്യ പ്രസൻസ് ഇവന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. क्योंकि प्रभु की उपस्थिति को महसूस कर रहा था. ഓർത്ത് നോക്കിയേ, തെറ്റുകൾ ചെയ്തവർക്ക് മോശയുടെ മുഖത്ത് നോക്കാൻ പറ്റിയില്ല. जिन्होंने गलतियां किया था वो मूसा के चेहरे को नहीं देख पा रहे थे. ഇസ്രായേൽ മക്കൾ താഴ്വാരത്തിൽ പറയുന്നത് അതാ, മോശ ഇറങ്ങി വന്നപ്പം इस्राएली लोग जब तराई में खड़े थे तो सीने पर्वत से मूसा उतर के आए तो उन्होंने മോശ क्या നീ कहा? ഞങ്ങളെ നോക്കരുത്. मूसा तो हमारी ओर ना देखा. അവന്റെ ത്വക്ക് പ്രകാശിച്ചു. उसके शरीर प्रकाशित हो रहा था, ജനത്തിന് അവനെ നോക്കാൻ പറ്റുന്നില്ല. उसके लोग उसके चेहरे को नहीं देख पा रहे थे, കാരണം പാപം ചെയ്തിട്ട് നിൽക്കുകയാ. क्योंकि वे लोग पाप करके खड़े थे. മുഖത്ത് കുറച്ചു നേരം നോക്കാൻ അവർക്ക് പറ്റുന്നില്ല. उसके चेहरे की ओर थोड़ी देर भी देख नहीं पा रहे थे, കാരണം അവന്റെ മുഖത്തെ തേജസ് ദൈവത്തെ അനുസരിക്കുന്നവന്റെ മുഖത്ത് വെളിപ്പെട്ട അധികാരമാണ്. क्योंकि उसके ऊपर जो चेहरे पे जो महिमा प्रकट हो रहा था वो परमेश्वर के अनुसरण के द्वारा हुआ था. രാത്രി വിശ്വസിക്കാൻ കഴിയട്ടെ. आज आप विश्वास करने के लिए तैयार हो. ദൈവമക്കൾ വിശ്വസിക്കാൻ കഴിയട്ടെ. आज आप विश्वास करने के ഈ लिए तैयार ഉപവാസ हो. പ്രാർത്ഥന തേജസ് കൊണ്ട് നീ നിറയപ്പെടട്ടെ. ये उपवास प्रार्थना में आप महिमा से भर जाएगा. ചിലർക്ക് മാനസാന്തരം വരാൻ ഇടയാകട്ടെ. कई लोगों का मन फिरा होने पाएगा, ചിലത് ഭയപ്പെടട്ടെ. कई लोग भयभीत होने दे. ദൈവപ്രവൃത്തിയാ ഇത്. परमेश्वर का कार्य है എന്നാൽ ये. യോശുവയോ पर यहोशू ഇവന്റെ കൂടെ തന്നെ, उसके साथ में था, തേജസ് ഉള്ളവന്റെ കൂടെ തന്നെ നിൽക്കുക. जो महिमा था उसके साथ में ആ था. തേജസ് അനുഭവിച്ചറിഞ്ഞവനാ उस प्रकाश वाले व्यक्ति को ആ समझा है. സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് सीने पर्वत से उतर कर आकर തേജസ് മനസ്സിലാക്കിയവൻ वो महिमा को समझकर എങ്ങനെ ഈ കൂടാരം വിട്ടുപോകും? कैसे ये तंबू छोड़कर वो जाए. മോശയുടെ തേജസ് മനസ്സിലാക്കിയവൻ मूसा का महिमा को समझकर മോശയെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറച്ച അനുഭവത്തെ തിരിച്ചറിഞ്ഞവൻ എങ്ങനെ ഈ തേജസ് വിട്ടുപോകും? वो मूसा जो परमेश्वर की उपस्थिति से भर गया था वो कैसे वो उससे अलग होकर खड़ा हो ഇവിടെ सकता വിട്ടു है. പോകണമെങ്കിൽ ദൈവം ഒരു പ്രത്യേക അധികാരം കൊടുത്തു പോകാൻ പറ്റത്തുള്ളൂ. यहाँ से जा रहे तो प्रभु से एक अलग अधिकार को प्राप्त അതുകൊണ്ടാ करना है. മോശയ്ക്ക് നന്നായിട്ടറിയാം, ഇവൻ താഴ്വാരത്തിൽ യുദ്ധം ചെയ്താൽ ജയം ഉറപ്പാ. इसलिए मूसा जानता अगर ये तराई में युद्ध करेगा तो जय जरूर इसका है. ദൈവ സാന്നിധ്യമുള്ള ദൈവമക്കൾ, ദൈവ സാന്നിധ്യമുള്ള ദൈവസഭ, ദൈവ സാന്നിധ്യമുള്ള വീട് പ്രാർത്ഥിച്ച വിടുതൽ നടക്കും. प्रभु की सभा जो है वो जय पाएगा करके. നീ പ്രാർത്ഥിച്ചാലേ വിടുതൽ നടക്കത്തുള്ളൂ. आप प्रार्थना करने से ही छुटकारा होगा, കാരണം നീ അനുസരിക്കുന്നവന് അനുസരിക്കുന്നവരിലൂടെ വിടുതൽ. क्योंकि आप अनुसरण करते हैं, अनुसरण करने वालों के द्वारा छुटकारा है. അനുസരിക്കുന്നവന്റെ കരത്തിൽ പാസ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ പവർ ഉണ്ട്. क्योंकि अनुसरण करने वालों के हाथों में सामर्थ पवित्र आत्मा देता है. ഇന്ന് രാത്രി ആത്മാവിനെ വിളിച്ചു പറയാ, ഈ രാത്രി ചില യോശുവമാർ ആത്മാവിൽ എഴുന്നേൽക്കപ്പെടട്ടെ. इसलिए मैं पवित्र आत्मा में कहता हूं कुछ यहोशू लोग यहाँ खड़े हो ചില जाए. അനുസരിക്കുന്നവർ ഇതിനകത്ത് कुछ എഴുന്നേൽക്കട്ടെ. अनुसरण करने वाले इसके मध्य में खड़े हो जाए. ദൈവത്തിന് നിന്നെ ചിലത് പിടിച്ചേൽപ്പിക്കാനുണ്ട്. परमेश्वर कुछ आपको सौंपना चाहता है. ദൈവത്തിന് നിന്നെ ചിലതിലേക്ക് പറഞ്ഞു വിടാനുണ്ട്. परमेश्वर कुछ बातों के लिए आपको भेजना चाहता है. ചിലത് ഭയപ്പെടുന്നിടത്ത് നിന്നെ തമ്പുരാൻ പറഞ്ഞു വിടും. कुछ बातों में भय खाते जगह पे आपको भेजना चाहता ചിലർ है. പോയി പരാജയപ്പെട്ടെടുത്ത് നടക്കത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവം തമ്പുരാൻ അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിനെ പറഞ്ഞയക്കും. कई पराजित हुए जगहों पे परमेश्वर अनुसरण करने वालों को भेजिएगा. ഇന്ന് രാത്രി ദൈവമക്കൾ വിശ്വസിക്കും, आज रात आप विश्वास करें. യോശുവയുടെ മേൽ പകരപ്പെട്ട ദൈവ സാന്നിധ്യം यहोशू के ऊपर उंडेला गया प्रभु की उपस्थिति. അവനത് ശരിക്കും അനുഭവിച്ചതാ. सही में उसने अनुभव किया ഞാൻ उसे. ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം, ഈ അനുസരണം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാകണം. मैं कहना चाहूंगा अनुसरण समझकर आप चलने की कोशिश करें. അത് ശരിക്കുള്ളതാ ദൈവമക്കളെ. सही वाला. അവിടെ ആർക്കും നിന്നെ തടുക്കാൻ പറ്റുക. कोई आपको फिर रोक नहीं पाएगा. ഇത്രയും ബലമുള്ളവനോട് വീണ്ടും ദൈവം പറയുക, इतना बल वाला व्यक्ति से खुदा फिर से
से कहता है, അവന്റെ താഴ്മയുടെ ഭാഗമാണ് അത്. उसकी दीनता को प्रकट करता है। മോശ നയിച്ചതുപോലെ ഞാൻ നയിച്ചോളാം. हाँ ठीक है, मूसा चला वैसे मैं चला लूंगा, എനിക്ക് പരിചയമുണ്ടല്ലോ. मुझे जानते हैं ना, ഞാൻ മോശയുടെ കൂടെ പലവട്ടം ശുശ്രൂഷിച്ചതാ. मूसा के साथ मैंने कई बार सेवकाई की ഞാൻ है, മോശയുടെ കൂടെ കുറെ നാൾ നടന്ന. मूसा के साथ कई दिनों से मैं चला हूँ, അതുകൊണ്ട് എനിക്ക് റൂട്ട് അറിയാം. इसलिए मुझे रास्ता मालूम है, എനിക്ക് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. इसलिए सब बातों को मैं समझ गया हूँ। അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരു ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ട് ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിയവനല്ല യോശുവ. यहोशू को इस तरह समझाया करके एक सेवकाई देने के लिए नहीं है, उसे निकाल के लेके आया। പിന്നെ എങ്ങനെ? फिर कैसे है? ദൈവം ഇവിടെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. प्रभु यहाँ बोला तो मैं एक बात समझता हूँ, സത്യത്തിൽ 85 വയസ്സുള്ള ഇവന് ഭയങ്കര ഭയമായി. 85 साल का व्यक्ति बहुत भयभीत हो रहा है यहाँ। മോശയെ അനുസരിച്ച പോലെ ഈ ജനം എന്നെ അനുസരിക്കുവോ? मूसा को माना वैसे ये लोग मेरे को मानेंगे क्या? എന്നെ കൊണ്ട് എന്തെങ്കിലും നടക്കുവോ? कुछ होगा मेरे द्वारा? ഇവരെന്നെ എതിർക്കത്തില്ലേ? क्या ये मेरा विरोध नहीं करेंगे? ഇവരെനിക്ക് വിരോധമായി എഴുന്നേക്കും. क्या ये लोग मेरे विरोध में नहीं खड़े അവന്റെ होंगे? ഉറപ്പെല്ലാം നഷ്ടപ്പെട്ടു. उसकी दृढ़ता खत्म അവന് होती ഭയങ്കര है, സങ്കടം പോലെ വന്നു. उसको बहुत दुख हो रहा है। ആ 1-ാം അധ്യായത്തിനകത്ത് യോശുവ പറയുന്ന ആ കാര്യങ്ങൾ മുഴുവൻ തന്റെ ജീവിതത്തിന്റെ ചരിത്രങ്ങളാ. और पहले अध्याय में यहोशू अपने चरित्र के बारे में बताता है, കാരണം ഞാൻ അനുഭവിച്ച വേദന അത്ര വലുതായിരുന്നു. क्योंकि मैंने जो भी सहा इतना बड़ा था, പക്ഷേ എന്റെ ദൈവം എന്നെ ഉറപ്പിച്ചു. पर प्रभु ने मुझे दृढ़ किया। ആ മനുഷ്യൻ അവസാനം 24-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞ വാക്യം നമുക്കറിയാം. यहोशू 24 अध्याय में आते हैं तो उसने क्या कहा हम देखते हैं, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. मैं और मेरा घराना उसकी सेवा करेंगे। ഒറ്റയൊരെണ്ണം എന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. कोई भी व्यक्ति मुझसे मेरे परिवार से नष्ट नहीं हुआ, ഒറ്റയൊരെണ്ണം പിശാച് വലിച്ചുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. एक भी व्यक्ति शैतान चुरा ले मैं नहीं ഞാൻ सम्मानूंगा। അനുസരിച്ചു. मैंने माना है, मैंने माना है, ഞാൻ എന്റെ ദൈവത്തെ അനുസരിച്ചു. मैंने मेरे परमेश्वर का अनुसरण അതുകൊണ്ട് किया എന്റെ है। വീടിനകത്ത് അവൻ സ്വർഗീയ ജയമ വെളിപ്പെട്ടത്. इसलिए मेरे भवन में स्वर्गीय जय प्रकट हुआ है। എനിക്കിന്ന് തന്റെ ഇടത്തോടെ പറയാൻ പറ്റുമെന്ന് യോശുവയ്ക്ക് മനസ്സിലായി. यहोशू समझ गया कि मैं इसको धैर्य से बोल सकता हूँ, എവിടെ നിന്ന് കിട്ടിയെന്നറിയാം? ഉറപ്പ് ദൈവം കൊടുത്തതാ. क्योंकि दृढ़ता जो दिया खुदा से मिला है ഒരു उसे। മനുഷ്യൻ കൈവച്ചാക്കിയതല്ല. वो किसी ने उसको हाथ धर कर नहीं दिया है, അവൻ ഒരു വ്യക്തി കൈവച്ച് വേർതിരിച്ചതല്ല. उसको किसी ने हाथ धर कर ഉയരത്തിന് ഡയറക്റ്റ് ഉള്ള അപ്പോയിന്റ്മെന്റ്. उसको डायरेक्ट ऊंचाई से मिला अपॉइंट ഇന്ന് രാത്രി ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടിയവരുണ്ടോ? ഇന്ന് രാത്രി ഇതിനകത്ത് रात को यहाँ बैठा है, डायरेक्ट अपॉइंटमेंट നിനക്ക് मिला हुआ। വെല്ലുവിളികൾ ഉണ്ടാകാം. आपके लिए मुसीबतें होगी, നിനക്ക് നിന്റെ അകത്ത് ഭയം വന്നെന്ന് വരാം. आपके अंदर भय आ सकता നിന്റെ है, ഉറപ്പ് നഷ്ടപ്പെട്ടെന്ന് आपकी വരാം. दृढ़ता नष्ट हो सकती है, നീ ക്ഷീണിച്ചു പോകരുത്. आप थक सकते हैं। ഇന്ന് രാത്രി നിന്നോട് ദൈവം പറയുന്നത് परमेश्वर आपसे रात कहता है, ധൈര്യപ്പെട്. दृढ़ हो जाओ, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. या बांध और दृढ़ हो जाओ। അവൻ നിന്നെ നടത്താൻ ശക്തനാ. वो परमेश्वर चलाने के लिए बलशाली है, ദൈവം നമ്മെ നടത്താൻ വിശ്വസ്തനാ. परमेश्वर हमें चलाने के लिए विश्वास ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. आज आप जो है विश्वास कर कर ले सकते हो तो ले രാമന करके। ശംധരാതല आमीन। ജൂഡാല ഹസന ജഗത്തനാദിയാന. ദൈവം കൊടുത്ത ഉറപ്പിലാണ് ധൈര്യം സംഭരിച്ചത്. परमेश्वर ने दिया दृढ़ता में, उसने धैर्य धारण किया। അത് കഴിഞ്ഞപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. उसके बाद प्रभु का कार्य प्रकट होने लगा, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ തുടങ്ങി. प्रभु का कार्य प्रकट होने लगा। ഇതുവരെ തുറക്കാത്ത മേഖലകൾ തുറക്കാൻ തുടങ്ങി. अभी तक जो मंडल खुले नहीं वो खुलने लगे, എന്തൊക്കെ അവന്റെ മുൻപിൽ കൊട്ടിയടച്ചോ, जो बातें उसके सामने बंद हो गई थी, ഖനാനിലേക്ക് എത്തുന്നതിന് മുമ്പ് എവിടൊക്കെ ഏതൊക്കെ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നോ അതിനെ എല്ലാം തരണം ചെയ്ത് ആമേൻ ദൈവത്തെ അനുസരിച്ചവൻ മുന്നേറി. जिन कनान तक पहुंचने के लिए जो बाधाएं थी उसने तोड़कर कनान तक पहुंचा करके। ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൈവമക്കളോട് പറയാം, मैं आत्मा में आपसे कहता हूँ, നിന്റെ മുൻപിൽ തുറക്കാത്ത വാതിലുകളില്ല. ऐसा कोई द्वार नहीं जो आपके सामने नहीं खुल सकता। അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ अनुसरण करने के लिए तैयार, നിന്നെ ഭയം വരും പിശാചിന്. आपसे वो डरेगा शैतान, ചില കൂട്ടത്തിന് നിന്നെ ഭയം വരും. कुछ बातों को शैतान से वो ചില डरे। കൂട്ടത്തിന് നിന്നെ പേടി വരും. आमीन। ഓ ഉഡാരാധകമാന അഡല ഹസന ജഗഖനെ റിതരധന ജഗതനാദി. ഇന്ന് രാത്രി വിശ്വസിക്കുക ദൈവമേ. आज रात आप विश्वास करें, വെറുതെ കൂടാരം വിട്ടുപോകാതിരുന്നതല്ല. यूं ही तंबू छोड़कर वो नहीं गया था, തമ്പുരാൻ പിടിച്ചു നിർത്തിയതാ. प्रभु ने उसे रोका था। അല്ലേ? സീനായി പർവ്വതത്തിൽ മോശ കേറിയപ്പം
അബദ്ധത്തിൽ കയറി ചെന്നതല്ല. सीनै पर्वत पर मूसा चढ़ा था, यूं ही योशुआ ने ही किया था. തമ്പുരാൻ ഇരുത്തിയതാ. प्रभु ने उसे वहां बिठाया था. എന്തിനു വേണ്ടി ഇരുത്തിയത്? क्यों बिठाया था? ദൈവത്തിന് നിന്നെ കുറിച്ച് ചില അധികാരങ്ങൾ പുറത്തു കൊണ്ടുവരാനുണ്ട്. कि प्रभु को कुछ अधिकार तेरे द्वारा बाहर लाना ഈ था. ഉപവാസ പ്രാർത്ഥനയിലും നിന്നെ തമ്പുരാൻ ഇരുത്തുന്നത് എന്തിനാണെന്നറിയാമോ? उपवास प्रार्थना में भी प्रभु आपको क्यों बिठा रहा है? പട്ടിണി ഇരിക്കാൻ വേണ്ടിയല്ല. भूखा बैठने के लिए नहीं ചില है. വചനങ്ങൾ നീ പഠിച്ച് ആത്മാവിൽ നീ പുറത്തു വരാൻ, कुछ वचन को पढ़कर आत्मा में बाहर आने के लिए. എതിരായി നിൽക്കുന്ന ചിലതിനെ തകർത്ത് ജയിപ്പിക്കുന്നവൻ നിന്റെ കൂടുണ്ട്. मैं खड़ा हुआ कुछ बातों को जीवित होने के लिए है. നിന്റെ കാലുകൾക്ക് അവൻ വേഗത നൽകി തരും. आमीन. आपके पाँव में बल देगा. യേശുവിന്റെ നാമത്തിൽ. आमीन. ജീസസ്. മുൻപിൽ ഭയങ്കര തടസ്സങ്ങളുണ്ട്. सामने बहुत रुकावटें थी. വാഗ്ദത്തങ്ങളിൽ എത്താൻ ഭയങ്കര തടസ്സങ്ങളാണ്. वायदे तक पहुंचने के लिए रुकावट थी. ആ തടസ്സങ്ങളെ തകർത്ത് എങ്ങനെ അറിയോ? पर वो रुकावटें कैसे? അനുസരിച്ചവൻ അധികാരം ദൈവം കൊടുത്തു. अनुसरण करने वाले को परमेश्वर ने अधिकार दिया. അനുസരിച്ചവൻ അധികാരം കൊടുത്തു. अनुसरण करने वाले को अधिकार दिया. അവന്റെ അധികാരത്തിന് മുൻപിൽ കീഴടങ്ങാത്തതൊന്നുമില്ല. जो अधिकार रखता उसके सामने सब ഇന്ന് झुक രാത്രി गया. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചോണം. जो आज विश्वास करने वाले ഈ विश्वास कर ले. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ये 40 दिन की उपवास प्रार्थना. അനുസരിക്കുന്ന ചിലതിന് അധികാരം കൈമാറും ദൈവം. अनुसरण करने वाले को अधिकार खुदा देगा. അനുസരിക്കുന്ന ചിലതിന്റെ മേൽ അധികാരം കൈമാറും. अनुसरण करने वाले के ऊपर खुदा ചില अधिकार देगा. വാഗ്ദത്തങ്ങളെ കൈവശമാക്കാൻ कुछ പറ്റും. वायदों को हम पा सकेंगे. ചില വിടുതലുകൾ कुछ കൈവശമാക്കാൻ പറ്റും. छुटकारों को हम पा सकेंगे. ചില രോഗസൗഖ്യങ്ങൾ कुछ കൈവശമാക്കാം. चंगाइयां अपना बना पाएंगे. ചില ആത്മീക അഭിവൃദ്ധി വെളിപ്പെടും. कुछ आत्मिक बातें प्रकट ചില होगी. അത്ഭുതങ്ങൾ कुछ സംഭവിക്കും. चमत्कार होंगे. ഭവനത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. भवन की अवस्था में बदलाव होंगे. ഞാൻ വെറുതെ പ്രാർത്ഥിക്കുന്നതല്ല. मैं यूं ही प्रार्थना नहीं ഞാൻ कर വെറുതെ रहा. കരയുന്നതല്ല. हालेलुया. ഞാൻ വെറുതെ ഇരിക്കുന്നതല്ല. मैं यूं ही बैठा नहीं हूँ. ദൈവപ്രവൃത്തി എന്റെ മേൽ വെളിപ്പെടും. परमेश्वर का कार्य मुझ पर प्रकट होगा. മോളെ ഇന്ന് ദൈവം ഉറപ്പ് തന്നാ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. अगर परमेश्वर ने दृढ़ता दिया तो डरने की क्या बात है? ദൈവം നമ്മളെ വിടുവിക്കും ദൈവം പറഞ്ഞാൽ प्रभु कहता है मैं छुड़ाऊंगा. പിന്നെ നീ ക്ഷീണിച്ചു പോകല്ലേ. तो क्यों आप थकते हैं? ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഇരുന്നോണം. या बांध दृढ़ बोले तो वैसे ही आप हो जाएं. ആ ഉറപ്പിനെ ഇല്ലാതാക്കുന്നത് എന്തോ അതിനെ തകർക്കണം. जो दृढ़ता को हटाता है उसको आप सोचे. നമ്മുടെ മനസ്സിനെ പതറിക്കുന്ന ഏത് തലമാണോ അതിനെ ഇല്ലാതാക്കി ആത്മാവിൽ കേറി വരണം ദൈവമക്കൾ. हृदय को क्या बात घबराते हो उसे नष्ट कर कर आगे बढ़े. അങ്ങനെ നിങ്ങൾ ആത്മാവിൽ കേറി വരുമ്പോൾ നിങ്ങളെ കൊണ്ട് വൻ കാര്യങ്ങൾ ദൈവത്തിന് इसलिए ചെയ്യാം. आत्मा में इस तरह बढ़ेंगे तो प्रभु आपसे बड़ा कार्य करवाएगा. യോശുവ പുറപ്പെട്ടു തുടങ്ങിയപ്പോൾ यहोशू जब निकला എരിഹോക്കാർക്ക് പേടിയായി. यरीहो के लोग डर गए. എരിഹോക്കാർ എന്നാ ചെയ്തെന്നറിയാമോ? അവരടച്ചു ഉറപ്പുവരുത്തി. और उन्होंने क्या किया? सब बंद कर दिया. അങ്ങോട്ടും കയറാൻ പറ്റിയാലും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. वहां भी नहीं जा, अंदर भी नहीं जा सकते, बाहर भी नहीं आ सकते, ऐसी अवस्था ശരിക്കും कर दिया. പൂട്ടി. सही तरीके से सब बंद कर दिया. കേറത്തില്ല യോശുവേ നീ. यहोशू चढ़ेगा नहीं. നിനക്കിത് പിടിച്ചടക്കാൻ പറ്റത്തില്ല. तू इसे नहीं अपना कर सकता. നിനക്കിത് നേടിയെടുക്കാൻ तू ഒക്കത്തില്ല उसे प्राप्त नहीं कर सकता बोल. എന്ന് പറഞ്ഞാലും യോശുവയ്ക്ക് ഭയമില്ല. ऐसा बोले तो भी यहोशू नहीं गए थे. അനുസരിച്ചപ്പോൾ അധികാരം കൊടുക്കേണ്ടവൻ കൊടുത്തു. अनुसरण करने वाला जो अधिकार देना वो दे ഇനി दिया. നിന്നിൽ നിന്റെ മുൻപിൽ നിന്ന് ചിലത് നീക്കും ദൈവം. तो कुछ बातों को खुदा आपके सामने से हटा നീ देगा. തൊടാതെ തന്നെ ചിലത് ഇരുന്നു പോകും. आप छुए बगैर ही कुछ बातें നീ ढा തൊടാതെ देगा. തന്നെ നിനക്ക് വേണ്ടി വഴി തുറക്കപ്പെടും. कई बार छुए बगैर ही खुदा आपके लिए रास्तों को നീ खोलेगा. അതിനോട് കൽപ്പിക്കാതെ തന്നെ ചില വഴികൾ തുറക്കും. कुछ बातों पर आप घोषणा किए बगैर ही आपके लिए रास्ते ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. अब आप एक बात और समझेंगे फिर समाप्ति की ओर അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് फिर हम बातों को समझते हैं. യോശുവ ഒരു സമയത്ത് പോലും എരിഹോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞില്ല. यहोशू कभी नहीं बोला कि यरीहो जो है ढा दिया जाएगा. പക്ഷേ പ്രശ്നം ഏതായിരുന്നു? पर वहाँ प्रॉब्लम क्या था? പറഞ്ഞേ, എരിഹോവായിരുന്നു. यरीहो के लोग ही थे. എരിഹോ മാറ്റി തരണേ यरीहो हटा देना करके പറഞ്ഞോ? क्या ऐसा बोला? എവിടെയെങ്കിലും പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നുണ്ടോ? कहीं भी आपने देखा ऐसा प्रार्थना वहाँ हुआ? എരിഹോവിനെ നോക്കി കൽപ്പിച്ചോ? क्या यरीहो को देखकर उसने घोषणा किया? क्या കൽപ്പിച്ചില്ല. घोषणा भी नहीं किया. പിന്നെ എന്തോ ചെയ്തേ? फिर क्या किया? ദൈവം പറഞ്ഞത് അനുസരിച്ചു. प्रभु ने जो बोला अनुसरण किया. ദൈവം പറഞ്ഞത് അനുസരിച്ചു. प्रभु ने जो बोला उसका अनुसरण किया. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം, पर मैं आज आपसे कहता हूँ ദൈവം പറഞ്ഞത് അനുസരിച്ചാൽ प्रभु बोला अनुसरण किया तो
ഏത് വിഷയമാണ് ദൈവത്തിന് അറിയാൻ തകർക്കേണ്ടത് ഏതാണ്. कोई भी विषय प्रभु जानता है कि कैसे उसे ढाना है करके. അല്ലാതെ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ദൈവമേ തുറക്കണേ 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 എന്ന് പറഞ്ഞാൽ തുറന്നു വരത്തില്ല. रात सुबह से लेकर रात तक बैठे खुल जाए खुल जाए खुल जाए बोलने से नहीं खुलेगा. അങ്ങനെ തുറക്കണേ തുറക്കണേ എന്ന് പറയുന്ന പുള്ളികളെ നോക്കിയ യേശു കർത്താവ് പറഞ്ഞത് ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ऐसे लोगों को देखकर जो बोलते हैं खुल जा ऐसे लोगों को प्रभु बोला जातियों के समान प्रार्थना ना करना. അതിഭാഷണത്താൽ കാര്യം സാധിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ज्यादा बोलने से आपका कार्य पूरा हो जाएगा ऐसा भी आप नहीं सोचना है. എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അത് തന്നെ പറഞ്ഞിരുന്നാൽ ഒരു മറുപടിയും കിട്ടത്തില്ല. एक विषय को लेकर आप बार-बार बोलते रहेंगे तो उसके लिए छुटकारा नहीं है. എന്തോ വേണം? फिर क्या करना? അനുസരിക്കണം. अनुसरण करना. അല്ലേ? നമ്മളാണ് പറഞ്ഞേനെ കർത്താവ് ഞങ്ങൾ വേണ്ട തൊട്ടൊന്ന് പ്രാർത്ഥിക്കാം. हम बोलेंगे प्रभु हम छूकर प्रार्थना करना. നിയോഗം ഉണ്ട് അങ്ങനെ ചെയ്തോ അല്ലേ? ദൈവം നിയോഗം ഉണ്ടെങ്കിൽ प्रभु की नियुक्ति हो तो होने दो. പരിശുദ്ധാത്മാവ് ഇടപെടുന്നെങ്കിൽ ഓക്കെ. पवित्र आत्मा कार्य करता है तो ठीक है. ഇല്ലേ വേണ്ട. नहीं तो नहीं. വെയിറ്റ് ചെയ്യ്. इंतजार करें. ദൈവം സംസാരിക്കുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. प्रभु जब तक बात नहीं करता എങ്ങനെ ഈ इंतजार വിഷയത്തെ करें. ഞാൻ കൈകാര്യം ചെയ്യണമെന്ന് വെയിറ്റ് ചെയ്യ്. कैसे इस प्रॉब्लम का समाधान करें तब तक इंतजार करें. കാര്യം ദൈവമല്ലേ നമ്മളെ വിളിച്ചത്. क्योंकि खुदा हमें बुलाता है. ദൈവത്തിനൊരു ഉത്തരവാദിത്വം ഇല്ല നമ്മളോട്. प्रभु का एक उत्तरदायित्व हमारे. ഉത്തരവാദിത്തം നിറവേറ്റാൻ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളൊന്ന് ക്ഷമിച്ചൊന്നിരുന്നേ. उत्तरदायित्व पूरा होने के लिए हमें थोड़ा सा धैर्य रखना. ഹബക്കൂക്ക് പറഞ്ഞത് ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. हबक्कुक कहता है कि दर्शन के लिए एक समय काल है. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. उसके समय काल में वो पूर्ण हो എന്റെ जाएगा. പൊന്നുമക്കളെ ദർശനം ബന്ധപ്പെട്ടോളും നമുക്ക് വേണ്ടി. दर्शन अपने आप पूरा हो जाएगा हमारे लिए. നമ്മൾ ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യുക. हमें जो करना है उसका इंतजार है. നമ്മൾ ചെയ്യേണ്ടത് മാറിപ്പോകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ആ വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുക. हम जाए बगैर उस परमेश्वर के सानिध्य में बाट जोते रहना इंतजार करना है. തുറക്കേണ്ട സമയത്ത് തുറന്നോളൂ. जब खुलना होगा तब खुल जाएगा. वो തരേണ്ട സമയത്ത് തന്നോളും. देने वाले समय में वो दे देगा. കൂട്ടി ചേർക്കേണ്ട സമയത്ത് കൂട്ടി ചേർത്തോളൂ. जोड़ने के समय में वो जोड़ देगा. പ്രാപിക്കേണ്ട സമയത്ത് ദൈവം തരും ഉറപ്പ്. प्राप्त करने के समय में जरूर खुदा देगा. പക്ഷേ ഒരു വാഞ്ചയകത്ത് വേണം. पर एक इच्छा होना जरूरी ദൈവമേ है. നീ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ഞാൻ തയ്യാറാ. परमेश्वर आप मुझसे क्या करवाना चाहते हैं मैं तैयार हूँ. ഞാൻ കാത്തിരിക്കാൻ നിന്റെ ശബ്ദം കേൾക്കാൻ. मैं बाट जोड़ रहा हूँ आपकी आवाज सुनने के लिए. ദൈവം യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുക यीशु मसीह जो शिष्यों से कहता യെരൂശലേം है വിട്ട് വാങ്ങിപ്പോകാ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. यरूशलेम ले छोड़कर तू जाना नहीं है तू पवित्र आत्मा के लिए बाट जोड़ना है. അവർ വെയിറ്റ് ചെയ്തു. वे बाट जोए. അവരോട് ദൈവം പറഞ്ഞു കാത്തിരിക്കാൻ. पर मैं यीशु ने कहा तू बाट जोड़ना करके. ദൈവം എന്ത് പറയുന്നു അത് ചെയ്യ്. यीशु ने जो कहा वैसा करना. ദൈവം എന്ത് പറയുന്നു അത് അനുസരിക്ക്. परमेश्वर ने जो कहा वैसा अनुसरण ദൈവം करना. പറയുന്നത് അനുസരിക്കാതെ ഒരു മറുപടിയും ലഭിക്കപ്പെടത്തില്ല. प्रभु की बात माने बगैर कोई भी कार्य आपका पूर्ण नहीं होगा. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു इस्राएली लोगों से प्रभु कहता है യുദ്ധമൊന്നും ചെയ്യണ്ട. युद्ध नहीं करना. उसने किया. അനുസരിച്ച ജനത്തിന് വേണ്ടി പാത ഒരുക്കി കൊടുത്ത ദൈവം. अनुसरण करने वालों के लिए प्रभु ने रास्ता खोल के ഇന്ന് दिया. രാത്രി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുക. मैं आज रात अपने शब्दों को ഒന്ന് विराम देता വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റും? हूँ. कितना लोग विश्वास कर सकते हैं. അനുസരിക്കാൻ എത്ര പേർക്ക് പറ്റും? अनुसरण कितना लोग कर सकते हैं. യോശുവയെ ഉപയോഗിച്ച ദൈവം നമ്മളെ ഉപയോഗിക്കാൻ यहोशू ശക്തനാണ്. को इस्तेमाल किया हुआ परमेश्वर हमारे को इस्तेमाल करने के लिए बलशाली. വ്യത്യസ്തമായ വിടുതലുകൾ കർത്താവ് एक ചെയ്യും. अलग परमेश्वर का कार्य हमारे भवनों में प्रकट होगा. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. पवित्र आत्मा हमारे लिए कार्य करेगा. എന്റെയും നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം. हमारे और आपके अवस्था में बदलाव आएगा. രാത്രി എത്ര പേര് വിശ്വസിക്കാൻ कितना തയ്യാറാണ്? लोग विश्वास करते हैं. എല്ലാവരും ഉള്ളം തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ सब തയ്യാറാണ്. लोग हृदय खोल कर प्रार्थना करें. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിച്ചു सुने वे वचन के अधीन होकर ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കും. खुदा के सानिध्य में सौंप कर अपने आप നമുക്ക് को ദൈവത്തോട് हम പ്രാർത്ഥിക്കാം. खुदा से दुआ करें. യോശുവയോട് ദൈവം പറയുന്നു यहोशू से खुदा कहता है വചനം വിട്ടിടത്തോട്ടോ വലത്തോട്ടോ वचन को छोड़कर दाएं ना बाएं मुड़ना. മോശയോട് കൂടെ ഇരുന്നത് പോലെ തന്നെ നിന്നോട് കൂടെ मूसा ഇരിക്കും. के साथ जैसे मैं था तेरे साथ रहूंगा. പക്ഷെ നീ വചനത്തെ അനുസരിച്ച് മുൻപോട്ട് പോകണം. पर तू वचन का अनुसरण कर कर आगे बढ़ना. വചനത്തെ അനുസരിച്ചാൽ വിടുതൽ ഉറപ്പാണ്. वचन को मानेगा तो छुटकारा जरूर है. എന്റെയും നിങ്ങളുടെ വീടിനകത്ത് വചനം വിടുതലായി തരട്ടെ. आपके और मेरे घर में वचन छुटकारा बन जाए. കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും. हर एक सुनने वाले के जीवन में बदलाव आए. നിങ്ങൾക്ക് ഒരുപക്ഷെ കരയുന്ന വിഷയങ്ങൾ വലിയ
ഭാരമുള്ള വിഷയങ്ങളായിരിക്കും. हो सकता है आपके जो विषय है वो रोने के विषय होंगे, പക്ഷേ ഇന്ന് രാത്രി യേശുവിന്റെ മഹത്വം നിങ്ങൾ അനുഭവിക്കും. पर आज परमेश्वर की महिमा को आप समझ ഈ पाएंगे. ഉപവാസ പ്രാർത്ഥന ജീവിതങ്ങൾക്ക് വിടുതലായി തീരും. आप उपवास प्रार्थना कई लोगों के लिए छुटकारे ഓരോ होंगे, കുടുംബങ്ങൾക്ക് അത്ഭുതമായി एक തീരും. एक परिवार के लिए चमत्कार ഇന്ന് होंगे. രാത്രി നമുക്ക് വിശ്വസിക്കാം, आज आप विश्वास करें, നമുക്ക് വചനത്തെ അനുസരിക്കാം. हम वचन का अनुसरण ദൈവം करें, എന്ത് പറയുന്നോ അത് നമ്മൾ അനുസരിക്കാൻ प्रभु തയ്യാറാണ്. जो बोलता है हम अनुसरण करें.